കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ലതും വിലയേറതുമായ സായാഹ്ന സമയത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന സന്തോഷത്തിന്റെ ദിവസമാണ്. ആമേൻ. അസാധാരണമായ ഒരു അനുഭവ സാക്ഷ്യമാണ് നാം കേൾക്കുവാൻ പോകുന്നത്. ജീവിതത്തിൽ ദൈവം ഇല്ലാതെ ജീവിച്ച ഒരു വ്യക്തി ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിങ്കിലേക്ക് കടന്നു വന്ന് ഇന്ന് കർത്താവിനാൽ അനുഗ്രഹീതമായി ഉപയോഗിക്കപ്പെടുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിജു രവീന്ദ്രനാണ്. ഹല്ലേലൂയ. താൻ ഒരു ഡോക്ടറും കൂടിയാണ്. താൻ ഇപ്പോൾ ആയിരിക്കുന്നത് യുകെയിലാണ്. കൃപയാൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാനും പരിചയപ്പെടുവാനും ദൈവം ഭാഗ്യം തന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് കർത്താവിന്റെ ദാസൻ കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസനെ ക്ഷണിക്കുന്നതിന് മുൻപായിട്ട് ഒരു നിമിഷം നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ അനുഗ്രഹീതമേറിയ നിമിഷം അങ്ങയുടെ അഭിഷിക്തനെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. വായായി കൂടെ ഇരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ജനത്തിന് മനസ്സിലാകുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ. അപ്പാ, അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി അങ്ങയുടെ ദാസനെ ഇന്ന് ഈ സന്ധ്യാവേളയെങ്കിൽ ശക്തമായി ഉപയോഗിക്കണം. അവിടുത്തെ നാമമഹിമയ്ക്കായി കർത്താവ് ഉപയോഗിക്കും. അങ്ങയുടെ ദാസിക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ലൈനിലും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കൺട്രോളിങ്ങിലായിരിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇഷ്ടം തികയ്ക്കണമേ. നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. സിസ്റ്റർ ബീന, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്ററെ, നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞു, യുകെയിൽ നിന്നാണ് കർത്താവിന്റെ ദാസൻ ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന്. എന്നാൽ പാസ്റ്ററെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? താൻ ഏത് അവസ്ഥയിലാണ്, എവിടെയാണ് എന്ന് ഒന്ന് പ്രേക്ഷകരുടെ അറിവിലേക്കകത്ത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താട്ടെ. ദൈവനാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. എൻ്റെ പേര് സിസ്റ്റർ പറഞ്ഞതുപോലെ വിജു രവീന്ദ്രൻ. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ബാംഗ്ലൂരില്, പേരൻസ് നാട്ടില്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ബാംഗ്ലൂരിൽ വന്ന് അവിടെയാണ് ഞാൻ ജനിച്ചും പഠിച്ചതും. പിന്നെ ഇപ്പം പ്രസന്റ്ലി 10-20 വർഷമായി യുകെയിൽ ദൈവകൃപയിൽ ഇവിടെ വന്നു. മെഡിക്കൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു, സ്ട്രോക്കിന്റെ വിഭാഗത്തിൽ. പിന്നെ ദൈവവേല, അതിന് ഉപരിയായിട്ടുള്ള വേലയാ ദൈവവേല. അത് എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ പറയാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ ഈ സത്യദൈവത്തെ കണ്ടുമുട്ടിയതെന്ന്. അതിൻ്റെ നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം എൻ്റെ നാവോട് കൂടെ സംസാരിക്കുന്നതിനായി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ദാസൻ ആമേൻ നമ്മുടെ നടുവിൽ സാക്ഷീകരിക്കുവാനുണ്ട്. പ്രത്യേകാൽ താൻ പറഞ്ഞതുപോലെ തനിക്ക് മലയാളം അത്ര വശമില്ല. പ്രിയപ്പെട്ടവരെ, വളരെ ആമേൻ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. കർത്തദാസൻ ബാംഗ്ലൂരിൽ ജനിച്ചു എന്ന് പറഞ്ഞു. ആമേൻ. തന്റെ പേരൻസ് ഒക്കെ മലയാളികളാണല്ലോ, അല്ലേ? പേരൻസ് മലയാളീസ്. ഹൈന്ദവ പശ്ചാത്തലത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. അവരിപ്പം അച്ഛന് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു 5 വർഷം മുമ്പ്. അമ്മ ബാംഗ്ലൂരിലുണ്ട്. പ്രൈസ് ലോർഡ്. പാസ്റ്ററുടേതായ ബാല്യകാലത്തിലെ സ്മരണകൾ ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാം. ഒരു പക്ഷെങ്കിൽ ആമേൻ, എങ്ങനെ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുമെന്ന് ചിന്തിക്കുന്ന പലരും ഇതിൻ്റെ അകത്തുണ്ട്. സത്യം അവർക്കറിയാമായിരിക്കാം. എന്നാൽ സമൂഹത്തെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ഇന്ന് കാണുവാനായിട്ട് കഴിയും എന്ന് തീർച്ചയായിട്ടും പാസ്റ്ററുടെ സാക്ഷ്യം അവർക്ക് ഒരു തീരുമാനമെടുക്കുവാൻ കാരണമാകട്ടെ. ദൈവത്തിങ്കിലേക്ക് കടന്നു ദൈവത്തെ അറിയാമെന്നാൽ അവർക്ക് ഏത് വിധത്തിൽ ചുവടുകൾ വെക്കണം എന്നുള്ളത് അറിയുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്തദാസന്റെ സാക്ഷ്യം അവർക്കേറെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്തദാസൻ തന്റെ ബാല്യകാല സ്മരണകൾ ഓർത്തെടുത്തുകൊണ്ട് ആമേൻ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ തുടർന്ന് ദൈവം നടത്തിയ വിധങ്ങളെ ഒക്കെയും ആമേൻ നമ്മുടെ പ്രേക്ഷകരോട് തുറന്ന് പങ്കുവയ്ക്കുവാൻ അവസരമുണ്ട്. അതിനായി കർത്തദാസിനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്ററിന് ദൈവകൃപയില്
ഈ ഇടയ്ക്ക് കണ്ടുമുട്ടുവാൻ ദൈവം തന്നെ ഇടയാക്കിയത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലത്തില് ഇങ്ങനത്തെ ദൈവത്തിന്റെ ആലോചന ദൈവത്തിനായിട്ട് ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദാസിനെ കാണുവാൻ, അത് ദൈവത്തിന്റെ മുഖാന്തരമായിട്ട് ഞാൻ കണ്ടതെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് പിന്നെയും സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ബാല്യനാളൊക്കെ ഓർക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വീട്ടിൽ 3 മക്കള്, ഞാനും സിസ്റ്ററും ബ്രദറും. ഒരു മൂത്ത കുഞ്ഞ് ഒരു ഹൈന്ദവ ഭവനത്തില് ഇങ്ങനെ വളർന്നപ്പോൾ അച്ഛനും അമ്മ ചെയ്യുന്ന അതേ ആചാരങ്ങളിൽ ഉത്കൃഷ്ടിയോടെ, ആകാംക്ഷയോടെ, അത്ര ഇനോ തീഷ്ണതയോടെ ഞാൻ സേവിച്ചു വന്നു. പിന്നെ നമ്മുടെ ജീവിതകാലത്തിൽ ഞാൻ മെഡിക്കൽ സയൻസ് ബാംഗ്ലൂരിൽ പഠിച്ചതിന് ശേഷം ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന 1990 പാസ്സായി. പിന്നെ 1997 എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നു. പക്ഷെ ഒന്നുണ്ട്, നമ്മുടെ വിശ്വാസം നമ്മളെ കാക്കും എന്നുള്ള ആ ഒരു ചെറുപ്പം തൊട്ടുള്ള ആ തീഷ്ണത, ഹൈന്ദവ ദേവീദേവന്മാരുടെ ആ ഒരു നല്ലൊരു ഭക്തനായിട്ട് നിന്ന സമയങ്ങളിൽ ഒത്തിരി നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ക്ഷേത്രത്തിലൊക്കെ പോയി എൻ്റെ വേദന അവരോട് സംസാരിച്ചു, കൈമാറി. പക്ഷെ ജീവിതത്തിന്റെ പ്രതിസന്ധി, പടകല് കാറ്റും തിരമാലകൾ അടിഞ്ഞപ്പോൾ ജീവിതം ഇനിയും മുന്നോട്ട് പോവാൻ സാധ്യത ഇല്ലാന്ന് നോക്കാൻ പോയ വൈദ്യന്. പക്ഷെ എങ്കിലും എല്ലാ മനുഷ്യരിനും ഭാരങ്ങൾ പ്രയാസങ്ങൾ ഇല്ലാത്തവരും ഇല്ലല്ലോ. പ്രൈസ് ലോർഡ്. ഇച്ചിരി മുമ്പ് ഞാൻ സിറ്റി സെന്റർ ഇവിടെ പ്ലിമത്തില് സൗത്ത് വെസ്റ്റ് UK നമ്മൾ താമസിക്കുന്നു. അവിടെ പരസ്യ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഔട്ട്റീച്ചിന് പോയി. സിറ്റി സെന്ററിലും പറഞ്ഞത്, ദൈവാത്മാവ് ഓർമ്മിപ്പിച്ച് പറഞ്ഞത്, വേദനയില്ലാത്ത ഒരു മനുഷ്യനും ഇല്ലല്ലോ. യേശുപ്പച്ചനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ട്രാക്സ് കൊടുക്കുന്നപ്പോൾ നോ പ്രോബ്ലം, നോ വറീസ്, താങ്ക് യു സോ മച്ച് മീൻസ് അവരിനൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ വിളിച്ച് പറഞ്ഞിരുന്ന ഒരു സത്യം, നിങ്ങൾക്കൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, പ്രോബ്ലം ഇല്ലാത്ത ഒരു വ്യക്തി ഇല്ല. പക്ഷെ പ്രോബ്ലംസിനെ അതിജീവിക്കാൻ, പ്രോബ്ലംസിന് ഹല്ലേലൂയ സത്യദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ പ്രോബ്ലംസ് നമ്മളെ മരണത്തിൽ നയിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഡിപ്രഷനിൽ നയിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു മാനസിക തളർച്ച വന്നപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്തു 97 ജൂണില്. പ്രൈസ് ലോർഡ്. അത് പറയുന്നപ്പോൾ എന്നെ വിടുവിച്ച വിധങ്ങളൊക്കെ ഓർത്തപ്പോൾ പെട്ടെന്ന് എൻ്റെ അവസ്ഥ ചിന്തിച്ചു. അതാ ഒരു ദീർഘശ്വാസം വന്നു. പക്ഷെ ഒന്നുണ്ട് ദൈവമക്കളെ, പ്രൈസ് ലോർഡ്, നമ്മൾ ഒരു മതത്തെയും നമ്മൾ തള്ളി പറയരുത്. നമ്മൾ അവരെ ബഹുമാനിക്കണമെന്ന യേശുപ്പച്ചൻ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സ്നേഹം, നമ്മുടെ വ്യക്തിത്വം കണ്ട ജനങ്ങൾ യേശുവിനോട് ആകർഷിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വാക്ക് ഒത്തിരി ആവശ്യമില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു യേശുവിനെ കണ്ടുമുട്ടണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാ ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനുള്ള മുഖാന്തരം ബാംഗ്ലൂരിലുള്ള ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷന്റെ മിഷണറി ആയിട്ടുള്ള അങ്കിൾ ഗ്ലാഡ്സനെ കണ്ടുമുട്ടിയത് 97. പക്ഷെ അത് കാണാനുള്ള മുഖാന്തരങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ആത്മീക ഒരു ക്രോസ് റോഡ്സിൽ, ഇടവഴിയിൽ ഇനി എന്നാ ചെയ്യണം, ഇനി ഏത് വഴിയിലാണ് തിരിയണമെന്നുള്ള ആ ആലോചനയിലുള്ള ദൈവമക്കൾക്ക് ഇത് പ്രയോജനമായി തീരും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒത്തിരി ക്ഷേത്രത്തിൽ പോയി ജീവിതത്തിൽ ഒരു മറുപടിയും കിട്ടിയില്ല. ബൈബിൾ പറയുന്നു, വിഗ്രഹങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ കാണത്തില്ല, ചെവിയുണ്ടെങ്കിൽ കേൾക്കത്തില്ല, നാവുണ്ടെങ്കിൽ വായുണ്ടെങ്കിൽ സംസാരിക്കുന്നില്ല, കൈയുണ്ടെങ്കിൽ ചലിക്കുന്നില്ല. പക്ഷെ അത് ഉണ്ടാക്കുന്നവൻ അതുപോലെ തന്നെയായി തീരുമെന്ന് ഇന്നും ഞാൻ പരസ്യ ശുശ്രൂഷയില് പറഞ്ഞ ദൈവിക ആലോചന ഇപ്പോഴും നിങ്ങളോട് പറയുക. പക്ഷെ ഇതൊന്നും അറിയത്തില്ലല്ലോ. അച്ഛനമ്മ ചെയ്യുന്നു വരുന്ന ഒരു മൂത്ത മോനായ സ്ഥിതിയിൽ ആ ദൗത്യങ്ങളെല്ലാം ചെയ്ത് അത് നാം പറഞ്ഞതുപോലെ അതൊക്കെ ചെയ്തു വന്ന കാലഘട്ടത്തില് മാനസിക തളർച്ച വന്നപ്പോൾ ഒന്നും എനിക്കൊരു ആൻസർ കിട്ടുന്നില്ല. ഞാൻ എത്ര ക്ഷേത്രത്തിൽ പോയിട്ടും
ക്ഷേത്രത്തിൽ പോകുന്ന തെറ്റെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല. പോകുന്നവരിനായി അത് ദൈവം അവര് ഹല്ലേലൂയ സത്യം അവരെ സ്വതന്ത്രമാക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൗത്യം നമുക്കുണ്ട് ദൈവമക്കളെ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അവരും സത്യം അറിഞ്ഞ് സത്യം മാത്രമേ നമ്മളെ ആ സ്വതന്ത്രമാക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ലോർഡ്. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നപ്പോൾ, ജോലി റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുന്നപ്പോൾ, ഇനിയും ജീവിതത്തിൽ ഒരു ലക്ഷ്യം, ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ ജനിച്ച്, അതിന്റെ ഉദ്ദേശം എന്തുവാ, എനിക്കൊന്നും ഒരു പിടി കിട്ടുന്നില്ല. ഞാൻ സേവിച്ചു വന്ന 10-30 വർഷം, 31 വർഷമായി. ഞാൻ 97-ൽ 31 ഇയേഴ്സ് ആയിരുന്നു അന്ന്. അപ്പൊ ഞാൻ ഓർത്ത് ഈ 31 ഇയേഴ്സിൽ എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലാതെ, ഓക്കെ ഒരു വൈദ്യനായി, സോ വാട്ട്, വൈദ്യനായെങ്കിൽ വലിയ കാര്യമാണോ? പ്രൈസ് ലോർഡ്. നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണമല്ലോ, നമ്മുടെ പേർപ്പസ്. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് മൈ ലൈഫ്? വൈ എം ഐ ഹിയർ ഇൻ ദിസ് വേൾഡ്? വാട്ട് എം ഐ ഡൂയിങ്? അങ്ങനെയൊക്കെ വൈദ്യശാസ്ത്രത്തിന്റെ ഹോസ്പിറ്റൽസിൽ നോക്കിയാൽ അഴിമതി, ഡോക്ടേഴ്സ് ഒക്കെ കാണിക്കുന്നത്, പേഷ്യൻസിന് കാണിക്കുന്ന അഴിമതിയൊക്കെ കണ്ടപ്പം എനിക്ക് ജീവിതത്തിൽ ഒത്തിരി വേദന ഉണ്ടായിട്ടുണ്ട് ദൈവമക്കളെ. എല്ലാ ഡോക്ടേഴ്സും അല്ല, ഞാൻ കണ്ടുമുട്ടിയ ചിലവര്, മീൻസ് നല്ലവരും ഉണ്ട്, നല്ലതിൽ പ്രോബ്ലംസ് ഉള്ളവരും ഉണ്ട്. പ്രൈസ് ലോർഡ്. ജനങ്ങളെ ചുമ്മാ ഇങ്ങനെ അതും ഇതും ചെയ്ത് പൈസ എങ്ങനെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഈ പൈസ എന്ന് മരിക്കുന്നപ്പോൾ ഞാൻ ഓർത്ത്, ഈ പൈസന്റെ പുറകിൽ എന്തിനാ ഇങ്ങനെ മരിക്കണം? പ്രൈസ് ലോർഡ്. അപ്പം അവരുടെ ജീവിതത്തിൽ ഒന്നും എനിക്ക് ഇരുളാ കാണുന്നത്. പ്രൈസ് ലോർഡ്. അവരുടെ ജീവിതത്തിൽ എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടില്ല. പ്രൈസ് ലോർഡ്. അപ്പൊ അങ്ങനെ എല്ലാം മാനസികമായിട്ടും ഈ ലോകം ഒരു നശിച്ച ഒരു മാർഗത്തിൽ പോകുന്നുണ്ട്. എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ആരിനും കാണുന്നുമില്ല. മാനസിക തളർച്ചയിലും ഉണ്ട്, പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ ഇനി ജീവിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പ്രൈസ് ലോർഡ്. ആ ഒരു അവസ്ഥയിൽ മരിക്കാനായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു. അപ്പൊ എനിക്ക് ഒരു 2 വീലർ ഉണ്ടായിരുന്നു. അപ്പൊ 2 വീലർ എടുത്തുകൊണ്ട് ഇനിയും പോയി. എനിക്ക് ആ റോഡും ഇപ്പം എനിക്ക് നല്ല ഓർമ്മയിലുണ്ട്. പഴയ HAL എയർപോർട്ട് റോഡ്, അവിടെ ഒരു വളവുണ്ട്. അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി നല്ല ആർമി ബേസിന്റെ കോമ്പൗണ്ട് വാളുണ്ട്, അതിന് ഇടിച്ചു മരിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഒരു 200 മീറ്റർ 300 മീറ്റർ കാണും. പോയി ഇടിക്കാൻ മരണം മുഖാമുഖമായി കണ്ടോണ്ടിരിക്കുന്നപ്പം പെട്ടെന്ന് യേശുയുടെ ശബ്ദം. പ്രൈസ് ലോർഡ്. യേശു പറഞ്ഞ്, നീ നിർത്ത് വണ്ടിന്ന്. പ്രൈസ് ലോർഡ്. പെട്ടെന്ന് എനിക്ക് സുബോധം വന്നപ്പോൾ വീട്ടിൽ ചെന്ന് പിന്നെയും ഞാൻ ഓർത്ത്, യേശു അപ്പച്ചൻ സംസാരിച്ചു തന്നു. പിന്നെയും ഒരു ഡൗട്ട്. പിന്നെയും എനിക്ക് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെയും പോയി മരിക്കണമെന്നുള്ള ഒരു ചിന്ത. പിശാച് നോക്കണേ, അവൻ അറക്കാനും കൊല്ലാനും മുടിക്കാനായിട്ട് ഹല്ലേലൂയ അവൻ ലക്ഷ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ അറിയാമായിരുന്നു ഞാൻ യേശുവിനായിട്ട് പ്രയോജനപ്പെടാൻ സാധ്യത ഉണ്ടെന്ന്. പ്രൈസ് ലോർഡ്. പക്ഷെ യേശുപ്പച്ചൻ എന്നെ വിട്ടുകൊടുക്കാനും യേശുപ്പച്ചനും എഴുന്നേറ്റ്. പ്രൈസ് ലോർഡ്. യേശുപ്പച്ചനും എഴുന്നേറ്റ് പിശാച് അതിരൂക്ഷമായി എന്നെ തകർക്കാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ, പ്രൈസ് ലോർഡ്, എഴുന്നേറ്റ് പിന്നെയും എന്നെ തകർക്കാൻ നോക്കി. പക്ഷെ പിന്നെയും അതേ ശബ്ദം ഞാൻ കേട്ടു. പക്ഷെ ആ ശബ്ദം കേട്ടപ്പോൾ വീട്ടിൽ ചെന്ന് പിന്നെയും ദൈവമേ, അയ്യോ ഇത് യേശു ആന്നോ? പ്രൈസ് ലോർഡ്. യേശുവിന്റെ ശബ്ദം ഒത്തിരി നല്ലതാ കേൾക്കാൻ, നല്ല ഇൻപം. ഇത്ര 31 വർഷം സത്യദൈവത്തെ കണ്ടുമുട്ടിയെന്നുള്ള ഒരു സന്തോഷം. അതേ സമയം നോക്കണേ ദൈവമക്കളെ, എൻ്റെ ഫ്രണ്ട് ഒരു ഹിന്ദു ഡോക്ടറായിരുന്നു. അവൻ എൻ്റെ അവസ്ഥയെല്ലാം അറിയായിരുന്നു, മാനസിക അവസ്ഥ ഒക്കെ. പക്ഷെ എൻ്റെ അടുത്ത് അവൻ ഓടി വന്നിട്ട് യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ആ സമയം ഞാൻ യേശുയുടെ ശബ്ദം കേട്ടിരിക്കുവായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, ബിജു, ഞാൻ സത്യദൈവത്തെ കണ്ടുമുട്ടി, യേശു മാത്രമാ സത്യദൈവം എന്ന് പറഞ്ഞ് അന്ത്രയോസ് പത്രോസിന്റെ അടുത്ത് ഓടി വന്നതുപോലെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവന് എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ശ്രീനിവാസുലു, മിഷണറി ഡോക്ടർ. ഇപ്പൊ ബഹ്റൈനില് ആ പയ്യൻ വന്നിട്ട് മുസ്ലിം പേഷ്യൻസിന്റെ അടുത്ത് സുവിശേഷം പറയും. പ്രൈസ് ലോർഡ്. നോക്കണേ ദൈവമക്കളെ. ഹല്ലേലൂയ. എവിടെ കിടന്ന ശ്രീനിവാസുലു
എവിടെ കിടന്ന വിജു, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങളൊക്കെ ഓർത്താൽ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഹൃദയത്തിന്റെ ആഴത്തിൽ ഗ്രഹിക്കാൻ കഴിയാത്ത ഹല്ലേലൂയ ശക്തമായി നിങ്ങളെയും ദൈവം ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം ഹല്ലേലൂയ മഹാൻ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ അങ്കിൾ ഗ്ലാഡ്സൺ, IM മിഷണറി, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷന്റെ മിഷണറി ആയിട്ടുള്ള അങ്കിളുടെ അടുത്ത് ചെന്നപ്പോൾ അങ്കിളുടെ ജീവിതത്തിന്റെ സാക്ഷ്യം എന്തുവായിരുന്നു പറഞ്ഞ, മാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന അങ്കിൾ ചെറുപ്പത്തില് ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ അവസ്ഥയില് റെയിൽവേ ട്രാക്കിൽ തലവെച്ച്, ഇനിയും ട്രെയിൻ വന്നോണ്ടിരിക്കുന്ന കണ്ടോണ്ട് തലവെച്ച് കിടന്നപ്പോൾ, പിന്നെ കണ്ണു തുറന്നപ്പോൾ ട്രെയിൻ പോയി, പക്ഷെ അങ്കിൾ പാളത്തിന്റെ സൈഡില് ആരോ എടുത്തു മാറ്റിയതുപോലെ അവിടെ ദൈവം പ്രത്യക്ഷമായി, ദൈവ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച് ഇന്ന് 85 വയസ്സുള്ള അങ്കിൾ, ഞാൻ ഐ മീൻ സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് മൈ അങ്കിളുടെ ജീവിതമാ. പിന്നെ ഒരു ഡോക്ടർ ഷീല ഗുപ്ത, പണ്ഡിത രമാബായ് മുക്തി മിഷന്റെ അവരും ഒരു വലിയ അവരുടെ സാക്ഷ്യമാ എൻ്റെ ജീവിതത്തില്. ഹല്ലേലൂയ. അങ്കിളും ഹല്ലേലൂയ ഡോക്ടർ ഷീല ഗുപ്തയുടെ സാക്ഷ്യമാ എന്നെ, അവരുടെ ജീവിതമാ എന്നെ ഈ മാർഗത്തില്. അങ്കിൾ ഒരിക്കലും പറഞ്ഞില്ല മതം മാറണം, ഇതിൽ മതം മാറുന്ന മാർഗമില്ല, ഇത് മനസ്സ് മാറുന്ന മാർഗമാ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മനം പുതുക്കി രൂപാന്തരപ്പെടുന്ന മാർഗമാ. പ്രൈസ് ലോർഡ്, ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മൾ ഹല്ലേലൂയ അവിടുന്ന് 99 ദൈവം ആഗ്രഹിച്ച്, ദൈവം ഹല്ലേലൂയ എനിക്ക് നൽകിയ ഒരു പങ്കാളി, എൻ്റെ വൈഫിന്റെ പേര് ഷിജി, വയനാട്ടില് ജനിച്ചു വളർന്ന്, അങ്ങനെ നമ്മൾ ഹല്ലേലൂയ ഒന്നിച്ച് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മിഷൻ പ്രവർത്തനത്തിനായി നോർത്ത് ഇന്ത്യ, നോർത്ത് ബീഹാർ, റക്സോൾ എന്ന് പറഞ്ഞ സ്ഥലത്തിലും, പിന്നെ ഛത്തീസ്ഗഡ്, ചമ്പ ഇൻ ഛത്തീസ്ഗഡ്, അവിടെ കുറെ വർഷം ആദിവാസികളുടെ കൂടെ അവിടെ ഹല്ലേലൂയ ദൈവവേല ചെയ്യുവാൻ, മെഡിക്കൽ വർക്കും ദൈവവേല ചെയ്യുവാൻ, അത് പറഞ്ഞാൽ തീരത്തില്ല, അത്രമാത്രം ദൈവം അവിടെയാ. ഞാൻ മണിപ്പാൽ ഹോസ്പിറ്റലിൽ ഇന്റൻസീവ് കെയറിൽ ജോലി ചെയ്തിട്ട് അവിടെ എല്ലാം ഇൻസ്ട്രുമെന്റ്സും ഗാഡ്ജറ്റ്സും ഉണ്ട് പേഷ്യൻസിനെ രക്ഷിക്കാൻ. പക്ഷെ എങ്കിലും ഒത്തിരി പേര് മരിക്കുമായിരുന്നു. പക്ഷെ നോർത്ത് ഇന്ത്യയില് ഇവിടുത്തെ മിഷനറീസ് ഒക്കെയാ അവിടെ തുടങ്ങിയത് ഹോസ്പിറ്റൽസ്. 1900-ലും 1930-ലൊക്കെ തുടങ്ങിയ അമേരിക്കൻ മിഷനറീസ്, ഡച്ച് മിഷനറീസ്, കനേഡിയൻ മിഷനറീസ്, അവരൊക്കെ വന്ന് ആ കാലത്തിൽ തുടങ്ങിയ ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യുവാൻ ദൈവം കൃപ നൽകി. പക്ഷെ അവിടെ യഥാർത്ഥ പ്രാർത്ഥനയുടെ ആ ഒരു ശക്തി മനസ്സിലാക്കിയത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അസാധാരണ അത്ഭുതങ്ങൾ ഹല്ലേലൂയ കാണുവാനും, ഹല്ലേലൂയ ഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ അലറി ഓടുന്നതും, ഹല്ലേലൂയ മരിച്ച ഹല്ലേലൂയ പേഷ്യന്റ് ഹല്ലേലൂയ എഴുന്നേക്കുന്നതും ഒക്കെ കൃപയാൽ കാണുവാൻ ഇടയായി തീർന്നു. അപ്പോഴാ മനസ്സിലാക്കിയത് യേശു അപ്പച്ചൻ ജീവനുള്ള ദൈവം, ജീവിക്കുന്ന ദൈവം, ആ ഉയർപ്പിന്റെ ശക്തിയാൽ ഹല്ലേലൂയ നമ്മള് ഹല്ലേലൂയ അസാധാരണ അത്ഭുതങ്ങൾ ഹല്ലേലൂയ ചെയ്യുവാൻ കൃപ നൽകി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമം മാത്രം ഉണ്ടാവട്ടെ. പ്രൈസ് ലോർഡ്. ഫസ്റ്റ് ഇതിന്റെ ഇടയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതിന്റെ ഇടയിലൊക്കെ ഒത്തിരി എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലോ. ഡോക്ടറായിട്ട് വേല ചെയ്ത് അപ്പോൾ തന്നെ സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലോ. 1-2 അനുഭവങ്ങൾ ബീഹാറിൽ നിന്നുണ്ടായിരുന്നതും നമ്മുടെ പ്രേക്ഷകരോട് പങ്കിടാം. കാരണം എന്നോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നല്ല ഇൻസ്പിറേഷൻ ഉണ്ടായി കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി. 1-2 അനുഭവങ്ങൾ ഒന്ന് പങ്കിട്ടാട്ടെ. ഞാൻ നോർത്ത് ഇന്ത്യയില് ആക്ച്വലി എനിക്ക് എൻ്റെ ആഗ്രഹം വന്നിട്ട് ഗാവില് പോയി സുവിശേഷം എത്തിക്കണം. പ്രൈസ് ലോർഡ്. അപ്പൊ എങ്ങനെ ഗാവില്, പക്ഷെ ഗാവില് പോകുന്ന മുമ്പ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഗാവില് വന്ന് മെഡിക്കൽ ക്യാമ്പ് ചെയ്യാം, പക്ഷെ യേശുവിനെ കുറിച്ച് പറയരുത്. യേശപ്പച്ചനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിലാന്നല്ലേ യേശപ്പച്ചന്റെ വെളിച്ചം ഉള്ളത്. അപ്പൊ വെളിച്ചം കണ്ട് അവർ തന്നെ ചോദിക്കും, നിങ്ങളിൽ ഈ ഒരു വ്യത്യസ്തത കാണുന്ന എങ്ങനെയാന്ന് അവർ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ അവരിന് ഒരിക്കലും അവർ പോലീസ് സ്റ്റേഷനിലോ ഇല്ലെങ്കിൽ വില്ലേജ് ലീഡറോ സർപഞ്ചിന്റെ അടുത്തോ ഒന്നും പോയി കംപ്ലൈന്റ് ചെയ്യത്തില്ല. നമ്മൾ പോയിട്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതം ഹല്ലേലൂയ അവർ കാണണം. ദൈവമക്കളെ, അതില് എപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്തോ വേണം. അപ്പച്ച
അപ്പച്ചന്റെ ആത്മാവ് എന്നിൽ കത്തട്ടെ. പ്രൈസ് ലോഡ്. ആ ആത്മാവിടെ വെളിച്ചം മറ്റുള്ളവർ കാണണം. പ്രൈസ് ലോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാതി ഗോത്ര വംശം, ഹല്ലേലൂയ, ഉയർന്ന വിദ്യാഭ്യാസമോ ഇല്ലെങ്കിൽ കുഷ്ഠരോഗിയോ, ഹല്ലേലൂയ. ഒരു ചെറിയൊരു പാട്ട് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു പാട്ടിന്റെ ഒരു വരി പാടാം. പ്രൈസ് ലോഡ്. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്കു ഭവാൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു. കുഷ്ഠരായ 5,000 ജനം. അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ, നാശപാത്രമായ ലോക ആകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ. പ്രൈസ് ലോർഡ്. ഞാൻ നോർത്ത് ഇന്ത്യയിലുള്ളപ്പോൾ, പ്രൈസ് ലോർഡ്, ദൈവം മഹത്വം ഉണ്ടാവട്ടെ, നോർത്ത് ഇന്ത്യയിലുള്ളപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അന്ന് ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. 4-5 ഡോക്ടേഴ്സേ ഉള്ളൂ. 10 ഒത്തിരി ആദിവാസികളുടെ ജനങ്ങൾക്കായി ഹല്ലേലൂയ സേവ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ, ക്രിസ്ത്യൻ, ചമ്പ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ ഒരു വൈകുന്നേരം ഒരു ചെറുപ്പക്കാരൻ വന്ന്, രാംചരൺ, പ്രൈസ് ലോർഡ്, അന്ന് എന്നെയാ വിളിച്ച്, പെട്ടെന്ന് ഒരു എമർജൻസി വന്നിട്ടുണ്ട്, കാണണമെന്ന്. രാംചരനെ പോയി നോക്കിയപ്പോൾ ഒന്നുണ്ട്, രാംചരൺ ശ്വാസം മുട്ടി, കരി നീലിച്ച്, പൾസ് ഇല്ല, ബ്ലഡ് പ്രഷർ ഇല്ല, അങ്ങനത്തെ മരിക്കുന്ന നിലയിൽ വന്ന രാംചരന്റെ അമ്മയും ഭാര്യ, 2 കുഞ്ഞു മക്കളും, ആൺപിള്ളേർ, ഹല്ലേലൂയ സ്തോത്രം. എന്നെ കൈ പിടിച്ച് അവരുടെ മമ്മി പറഞ്ഞ കരച്ചിൽ, അവരുടെ മമ്മിയുടെ കരച്ചിൽ സ്വർഗം കണ്ടതേ. മക്കളെ, എൻ്റെ മോനെ നിങ്ങൾ രക്ഷിക്കണമെന്ന് ഭാര്യ കരയുന്നു, മക്കൾ കരയുന്നു. അവിടെ ഭയങ്കര ഒരു നിലവിളി ഉയർന്ന്. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ, യേശു മസീ സേ ദുആ കരോ, യേശു മസീ ജറൂർ ചങ്കായി കരേഗ. അപ്പൊ അമ്മ യേശു മസീ, യേശു മസീ, യേശു മസീ, പ്രൈസ് ലോർഡ്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന് രാംചരനെ നോക്കിയപ്പോൾ രാംചരന്റെ ശ്വാസകോശം അത് പൊട്ടിയിട്ട് 6-ാം മലയില് എടുക്കുന്ന ശ്വാസമൊക്കെ നിറഞ്ഞ് ഈ ഹാർട്ടിനെ കംപ്രസ് ചെയ്ത്, ബ്ലഡ് പ്രഷറും ഇല്ല, പൾസും ഇല്ല, കരി നീലിച്ച് ഇപ്പം മരിക്കുന്ന നിലയിലുള്ളപ്പോൾ രാംചരന് അവിടെ CT ഇല്ല, MRI ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഒന്നുണ്ട്, ദൈവ സാന്നിധ്യം ഉണ്ട് ദൈവമക്കളെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ വിളിച്ചുകൊണ്ട് പോയി അവിടെ ഒരു പ്രൊസീജിയർ ചെയ്യണം. പക്ഷെ ടേബിളിൽ കിടത്തിയപ്പോൾ രാംചരന് എൻ്റെ കൈ പിടിച്ചിട്ട് പൊട്ടി കരഞ്ഞതിന് ശേഷം മിണ്ടാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടിയിട്ട്. മേരക്ക് ബച്ചാലോ എന്ന് പറയാനായിട്ട് വന്ന്, പക്ഷെ പറയാനാവുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, രാംചരൻ, യേശു മസീ സെ ദുആ കരോ, യേശു മസീ ജറൂർ ठीक करेगा, ചങ്കായി കരേഗ. യേശു പറയാൻ പറ്റുന്നില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ രാംചരന്റെ ശ്വാസം നിന്നു. പിന്നെ ഞാൻ എന്തോ ചെയ്യണമെന്ന് ഒത്തിരി മാനസിക വിഷമത്തിലായിപ്പോയി. പക്ഷെ എങ്കിലും ഞാൻ ആ പ്രൊസീജിയർ ചെയ്യുന്നിട്ട്, എന്നിട്ടും ആ ജീവൻ വരുന്നില്ല. CPR ചെയ്യണമായിരുന്നു. പക്ഷെ CPR ചെയ്യാൻ എനിക്ക്, ബിക്കോസ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാതെ CPR ചെയ്തിട്ട് ഒന്നും വിടുതലില്ലല്ലോ. പക്ഷെ എങ്കിലും അത് ചെയ്തിട്ടും ഒന്നും അനക്കമില്ല രാംചരന്. പക്ഷെ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പതുക്കെ ഞാൻ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയപ്പോൾ ഹാർട്ട് അടിക്കാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. CPR ചെയ്യണമെങ്കിൽ അതിന്റെ സമയമൊക്കെ നഷ്ടമായി. ബ്രെയിൻ ഡെത്ത് ഓൾറെഡി കഴിഞ്ഞ്. പ്രൈസ് ലോർഡ്. 3 മിനിറ്റ് ബ്ലഡ് സപ്ലൈ ബ്രെയിനിൽ പോയില്ലെങ്കിൽ പിന്നെ CPR ചെയ്യുന്നിട്ടും വലിയ പ്രയോജനമില്ല. ജസ്റ്റ് ഒരു വെജിറ്റബിൾ ആയിട്ട് നോക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. പിന്നെ മനുഷ്യൻ കാശിന് കൊള്ളത്തില്ല. പക്ഷെ നോക്കിയപ്പോൾ ഹാർട്ട് അടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം രാംചരന്റെ വാർഡിൽ ബെഡിന്റെ സൈഡിൽ പോയിട്ട് ഞാൻ ചോദിച്ചു അമ്മയുടെ അടുത്ത്, കൗൺ ബച്ചായ ആപ്കോ ബേട്ടക്കോ? ആ അമ്മ, അവരുടെ ഭാര്യ രാംചരൻ പറയുന്ന, മേരാ യേശു മസി മേരക്കോ ജീവൻ ദിയ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ രാംചരന്റെ അടുത്ത് ബൈബിൾ കൊടുത്ത് ഞാൻ പറഞ്ഞ് അപ്പം പറഞ്ഞ് കൈക്കൂപ്പി മേടിച്ചിട്ട്
ആ, ആ, എനിക്ക് ഹിന്ദി ഇച്ചിരി ഇച്ചിരി അറിയാം, വായിച്ചോളാം എന്ന് പറഞ്ഞ് ബൈബിൾ കൊടുത്ത് ഞാൻ പറഞ്ഞു, രാംചരൺ മേ ഏക് ദിൻ ആപ്സെ ഘർ ആയേഗ, ആപ്ക ഘർ ആയേഗ. അപ്പൊ പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞ് നമുക്കൊരു സ്പിരിച്വൽ ഔട്ട്റീച്ച് കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഒരു ചെറിയ ടീം. അപ്പം 40 ഗാവില് ജോലി ചെയ്യുന്ന, ഇനിയും എത്രയോ ഗാവില് സുവിശേഷം എത്താത്ത ഗാവിലൊക്കെ പോയി സാറ്റർഡേ ജോലി കഴിഞ്ഞ് വൈകുന്നേരം പോയി സുവിശേഷം പറയാനായിട്ട് പോവും. അവിടെ പോന്നപ്പോൾ അനേകർ വിടുവിക്കപ്പെടുന്നതും വിടുതൽ, ഹല്ലേലൂയ സ്തോത്രം, ആ കൂരിരുൾ നിറഞ്ഞ, ആ അന്ധകാരം നിറഞ്ഞ പൈശാചിക മണ്ഡലങ്ങളെല്ലാം ഹല്ലേലൂയ പിശാച് അലറി ഓടുന്നതും, യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒരു ദുഷ്ട പിശാചും നിൽക്കത്തില്ല ദൈവമക്കളെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഭൂതങ്ങൾ ഓടിപ്പോകും, സർവബാധയും നീങ്ങിടുമേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. അതൊക്കെ കാണുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ അതിശക്തമായി, ഹല്ലേലൂയ. രാംചരന്റെ ഗാവില് ചെന്നപ്പോൾ രാംചരൻ നെട്ടി. അന്ന് വാട്സാപ്പ് ഇല്ല, യൂട്യൂബ് ഇല്ല, ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അറിയത്തേ ഇല്ല, മൊബൈൽ ഇല്ലല്ലോ. പ്രൈസ് ലോർഡ്. ആ മൊബൈൽ ഇല്ലാത്ത സമയം അങ്ങനെ തേടി പിടിച്ച് തപ്പി പിടിച്ച് രാംചരന്റെ അടുത്ത് പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ എന്ന് പറഞ്ഞ് പോയി. അവിടെ നോക്കിയപ്പോൾ രാംചരന് നമ്മളെ കണ്ടതോടെ ഗാവിലുള്ള എല്ലാവരുടെയും വീട്ടിൽ വർത്തിച്ചു. നോക്കണേ, അതാ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ. പ്രൈസ് ലോർഡ്. ബിക്കോസ് അവർക്ക് മനസ്സിലായി മരിച്ച രാംചരന് എഴുന്നേപ്പിച്ചത് യേശു ആണെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അവർ എല്ലാം അടുത്തുള്ളവരുടെ അടുത്തെല്ലാം പറഞ്ഞ് അങ്ങനെ അവർ ഫുൾ ഗാവിനെ വിളിച്ച് വരുത്തി. തൊട്ടടുത്തുള്ള എല്ലാവരും വന്ന്, കുറെ പേരുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥന തുടങ്ങാനായിട്ട് ഇരുന്നപ്പോൾ രാംചരൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയണം. ഞാൻ പറഞ്ഞു, ശരി രാംചരൻ പറ, എന്തുവാ സംഭവിച്ചത്, പറ എന്തുവാന്ന്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ വരുന്ന പിറ്റേ ആഴ്ച മുമ്പ് കയർക്കട്ടിലിന്റെ വെള്ളിയിൽ, ചെറ്റക്കുടലിന്റെ വെള്ളിയിൽ കിടന്ന ഒരു വൈകുന്നേരം, കിടന്നില്ല, ഉറങ്ങിയില്ല, ജസ്റ്റ് കണ്ണടച്ച് ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നപ്പം രാംചരൻ പറയുന്ന, പെട്ടെന്ന് ഒരാളുടെ തോളിൽ തൊട്ട്. അപ്പൊ കണ്ണു തുറന്ന് നോക്കിയപ്പം രാംചരന്റെ ഇതിലുള്ള ഭാഷ കടം മേടിക്കുക, വാക്കുകളൊക്കെ കടം മേടിക്കുക. രാംചരന്റെ മുമ്പ് നിൽക്കുന്ന ഒരു അജാന ബാഹു ഒരു മനുഷ്യൻ, പ്രൈസ് ലോർഡ്, ഒരു 7 അടി കാണും മിനിമം, പറയുന്ന അത്ര വലിയ ഒരു മനുഷ്യൻ നിൽക്കുക. അപ്പം കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടുണ്ട്. പെട്ടെന്ന് ആ ശബ്ദം കേട്ടത്, രാംചരൻ മേ യേശു മസിഹു മേ ആപ്കോ ചങ്കായിക്കുക. അപ്പൊ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ പോയപ്പം ആ വെട്ടം മാറിപ്പോയി. പ്രൈസ് ലോർഡ്. അപ്പൊ ഞാൻ ഓർത്ത്, ദൈവമേ, ഇത്ര മഹാനായ ദൈവം, പ്രൈസ് ലോർഡ്, മരിച്ച രാംചരന്, ഹല്ലേലൂയ, രാംചരന്റെ ചെറ്റക്കുടിലിന്റെ മുമ്പ് ആ രാംചരനായിട്ട് ഇറങ്ങി വന്ന യേശു അപ്പച്ചൻ, പ്രൈസ് ലോർഡ്. അത് കേട്ടതോടെ ഒയ്യോ, ഞാൻ ഓർത്ത്, ദൈവമേ, എനിക്കും ശബ്ദം കേൾക്കണമേ, യേശുപ്പച്ചൻ ഒന്ന് കാണാൻ. യേശുപ്പച്ചന്റെ ആ ഒരു ദർശനം, യേശുപ്പച്ചനെ കാണാൻ കഴിയത്തില്ലല്ലോ. യേശുപ്പച്ചന്റെ ദർശനം, ആ മുഖം കാണാൻ പറ്റത്തില്ല. ശോഭിക്കുന്ന, തിളങ്ങുന്ന, ഓ റിഖബ, ഹല്ലേലൂയ സ്തോത്രം. അത്ര ആ ശോഭിതനായ ആ കർത്താവ് രാംചരനെ കാണാനായിട്ട്, രാംചരന്റെ വിശ്വാസത്തെ ഉറപ്പിക്കാനായിട്ട്, ഹല്ലേലൂയ, ആ കുഗ്രാമത്തില് ഇറങ്ങി വന്ന്, പ്രൈസ് ലോർഡ്. അത് എന്നെ ഒത്തിരി തൊട്ടു. പ്രൈസ് ലോർഡ്. പിന്നീട് മുന്നോട്ട് എങ്ങനെയാണ് പാസ്റ്റർ ഈ ഫുൾ ടൈം വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ, ഒരു ഡോക്ടർ എന്നുള്ള ആ അനുഭവത്തിൽ നിന്ന് തന്നെ എങ്ങനെയാണ് ഈ ഫുൾ ടൈം വേലയിലേക്ക് ഇറങ്ങുവാനായിട്ടുണ്ടായ കാരണം? അതും കൂടി ഒന്ന് മനുഷ്യൻ ഡൗട്ട് ചെയ്യുമല്ലോ. അതിനും കൂടി ഒരു ആൻസർ കൊടുത്തിട്ട് സാക്ഷ്യം തുടരാം. ഓക്കെ. ഫുൾ ടൈം മിനിസ്ട്രി എന്ന് പറയുന്നത് ആക്ച്വലി നോർത്ത് ഇന്ത്യയില് നമ്മുടെ വാർഡ് റൗണ്ട് ഒക്കെ തുടങ്ങുന്ന ബൈബിൾ വചനം വായിച്ച് ഒരു പാട്ടൊക്കെ പാടിയിട്ട വാർഡ് റൗണ്ട് തുടങ്ങുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ആ വചനത്തിൽ ശക്തിയുണ്ട്? ആ വചനം വായിച്ചാൽ ജനങ്ങൾ വിടുവിക്കപ്പെടും. പ്രൈസ് ലോർഡ്. അവിടെ വലിയ, ഹല്ലേലൂയ, ഗാഡ്ജറ്റ്സും ഇന്ന് കാണുന്ന മോഡേണൈസ്ഡ് ഹോസ്പിറ്റൽ, ഇല്ലെങ്കിൽ എന്തുവാ സൂപ്പർ സ്പെഷ്യാലിറ്റി, ഒരു സൂപ്പർ ഇല്ല. ഒരു സൂപ്പർ ഇല്ല. സൂപ്പർ ഓൺലി നമ്മുടെ വിശ്വാസം. ഒന്നും ഇല്ലായ്മയില്ല. നമ്മുടെ, ഹല്ലേലൂയ, വൈദ്യശാസ്ത്രം എഴുതി തള്ളുന്നപ്പോൾ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിന്നെ ഉപയോഗിക്കണമെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തെ ഉപയോഗിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവം, ഹല്ലേലൂയ, ഒരു മനുഷ്യനോട്
ഹല്ലേലൂയ. ദൈവം ലക്ഷ്യം വെച്ചെങ്കിൽ ആ മനുഷ്യൻ എവിടെ പോയാലും ദൈവം ആ മനുഷ്യനെ തന്നെ ശക്തമായി ഉപയോഗിക്കാൻ ദൈവം ഇറങ്ങി വരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം ലോകത്തിനായിട്ട് വന്നു, പക്ഷെ ലോകം തള്ളിക്കളഞ്ഞു, അല്ലേ? പ്രൈസ് ലോർഡ്. ഗോഡ് കെയിം ടു സേവ്, but God came to the world, but the world did not recognize him. Praise the Lord. So even today, ഞാൻ ഇന്ന് ഔട്ട്റീച്ചിൽ കൃപയാൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവர்களൊക്കെ കുഞ്ഞും ഒക്കെ ഔട്ട്റീച്ചിന് പോയപ്പോൾ അതാ ദൈവം സംസാരിച്ചത്. ദൈവം യേശു ലോകത്തിനായിട്ട് വന്നു, പക്ഷെ ലോകം തള്ളിക്കളഞ്ഞു, അല്ലേ? പ്രൈസ് ലോർഡ്. ആ രക്ഷ വേണ്ടെന്ന് കളഞ്ഞ ജനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ദൗത്യമുണ്ട്. പ്രൈസ് ലോർഡ്. അങ്ങനെ ആ ഹോസ്പിറ്റലിന്റെ അതീഷ്ണതയിൽ നിന്ന് 2004 UK വന്നതിന് ശേഷം, ഇവിടെ വന്നതിന് ശേഷം പ്രാർത്ഥന എങ്കിൽ പ്രാർത്ഥന ഉണ്ട്, കുടുംബ പ്രാർത്ഥന ഉണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. ചർച്ചിന് പോകുന്നു, സായിപ്പിട്ട ചർച്ച് ഉണ്ട്, നല്ല ചേർച്ച്, ബ്രദറൻ ചേർച്ച്, നല്ല സ്നേഹം എല്ലാം ഉണ്ട് അവരിന്. പ്രൈസ് ലോർഡ്. ടൈത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിട്ടുന്ന ദശാംശമല്ല, നമുക്ക് പരിശുദ്ധാത്മാവ് നയിച്ച് നമ്മൾ ഒരു ദൈവവേലന ചെയ്യുന്നത്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യ സപ്പോർട്ട്, മിഷൻ വർക്ക് എല്ലാം ചെയ്യാൻ എല്ലാം ഉണ്ട്. പക്ഷെ സുവിശേഷം പറയുന്നുണ്ടോ? സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടമെന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സുവിശേഷം പറയാൻ ലജ്ജയായിരുന്നു ദൈവമക്കളെ. ദൈവം അയച്ചത് യോനന് നിനവേല് പോന്ന് പറഞ്ഞ എവിടെ ഓടി? തർശീഷിൽ ഓടി. പ്രൈസ് ലോർഡ്. അതേപോലെ നിനവേൽ അയച്ചിട്ട് നിനവേൽ പോന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ. ഇവിടെ അയച്ചിട്ട് സുവിശേഷം പറയാനാ ദൈവം ആഗ്രഹിച്ചത്. ആ തീഷ്ണതയോടെ നിന്ന് അനേകരുടെ എല്ലാവരുടെ അടുത്തും സുവിശേഷം, യേശു മാത്രം ദൈവം, ഹല്ലേലൂയ, സത്യദൈവം, നിത്യദൈവം, ജീവനുള്ള ദൈവം, ജീവിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നിത്യതയുടെ അവകാശികളാക്കി മാറ്റുന്ന സത്യദൈവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അല്ലേ? പ്രൈസ് ലോർഡ്. യേശു അല്ലാതെ വേറൊരു രക്ഷകൻ ഇഹത്തിലുണ്ടോ പരക മനമേ, ഇഹത്തിലുണ്ടോ പരക. പ്രൈസ് ലോർഡ്. അല്ലേ? യേശു അല്ലാതെ വേറൊരു രക്ഷകൻ ഇല്ല ഈ ഭൂമിയിൽ. പ്രൈസ് ലോർഡ്. ആ ഒരു പക്ഷെ സുവിശേഷം പറയാൻ ഒരു ലജ്ജ. സായിപ്പും മദാമയുടെ അടുത്ത് എങ്ങനെയാ യേശുപ്പച്ചനെ ആവർത്തിക്കുന്ന, എങ്ങനെ പറയുന്ന? 6 വർഷം ദൈവം നോക്കി യേശുപ്പച്ചന്റെ സന്നിധിയിൽ എല്ലാം ഉണ്ട്, പക്ഷെ സുവിശേഷം പറയാന് ആ ഒരു ലജ്ജ അതെങ്ങനെ മാറ്റാൻ കഴിയും? പ്രൈസ് ലോർഡ്. പക്ഷെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതി നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. നമ്മുടെ അജണ്ടയിലൊന്നും നമ്മളെ ദൈവത്തെ ഒതുക്കാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. ദൈവം അപ്പൊ നിങ്ങൾ ഓർക്കും ഈ ഒരു അവസ്ഥയിലാണോ ദൈവം കടത്തി വിട്ടത്? പക്ഷെ ഓരോരുത്തരിന് ഓരോരോ അവസ്ഥയിൽ ദൈവം കടത്തി വിടും. അപ്പോഴാ നമ്മുടെ ആ ഞാൻ വലിയൊരു സംഭവം ഉള്ള ചിന്ത തകർക്കണമെങ്കിൽ ഒരു തീച്ചുള്ളയില് കടത്തി വിട്ടേ പറ്റത്തുള്ളൂ. തീച്ചുള്ളയിൽ കടത്തി വിട്ടാലേ നമ്മള് ഹല്ലേലൂയ ദൈവനാമത്തിന് ശോഭിക്കത്തുള്ളൂ, നിലനിൽക്കത്തുള്ളൂ. നമ്മൾ കടന്നുപോയ അതേ വേദന അനേകർ അനുഭവിക്കുന്നവരോട് ഉത്തമ സാക്ഷികളായി നിർത്തി അവരുടെ വേദന എന്തുവാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഹല്ലേലൂയ. വീട്ടിലെല്ലാ ആഹാരവും ഉണ്ട്, നമ്മൾ ഉപവാസ പ്രാർത്ഥന പറഞ്ഞ അതൊന്നും വലിയ പ്രസക്തി ഇല്ല. എന്തിനെങ്കിൽ നിനക്ക് ആഹാരം ഇല്ലാതെ കഴിക്കാൻ ആഗ്രഹിച്ചിട്ടും നമ്മുടെ വീട്ടില് ഒരു നേരം ആഹാരം ഒരു ഇല്ലാത്ത, ഉണ്ടാക്കാൻ ഒരു മുഖാന്തരം ഇല്ലാത്ത എത്രയോ അനേക ദൈവഭക്തന്മാര് ഹല്ലേലൂയ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ സ്കൂളിന്റെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നപ്പോഴും ഫൈനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ടിയ ഞാൻ എൻ്റെ ജീവിതം നയിച്ചത്. ആഹാരം കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും എല്ലാം ആഗ്രഹിച്ചിട്ടും കഴിക്കാൻ പറ്റാത്ത, പൈസ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ, കഴിക്കാതെ ഇരുന്നിട്ടുള്ള അവസ്ഥയിൽ പട്ടിണി എന്തുവാന്ന് അനുഭവിക്കണമെങ്കിൽ ആ പ്രോസസ്സിൽ കടന്നാലേ മറ്റുള്ളവരുടെ പട്ടിണി എന്തുവാന്ന് അറിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പറയും പട്ടിണിയാന്നോ, സാരമില്ല, പ്രാർത്ഥിക്കാം, ബൈ, ഗോഡ് ബ്ലെസ് എന്ന് പറയുന്നതല്ല. വാക്കിൽ ഒതുക്കാൻ പറ്റത്തില്ല. ആ വേദന അറിഞ്ഞാലേ നിനക്ക് മറ്റുള്ളവർ ആ വേദനയിൽ നീ കടന്നു പോയാൽ മാത്രമേ
മറ്റുള്ളവരുടെ വേദന എന്തുവാന്ന് അറിയത്തുള്ളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. 2010 നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ഒരു അനുഭവം ഉണ്ടായിപ്പോയി. എനിക്ക് 3 കുഞ്ഞുങ്ങള്. മൂത്ത മോൾ ഇപ്പം സൈക്കോളജി പഠിക്കുക ലണ്ടനില്. രണ്ടാമത്തെ മോള് ബൈ ഗോഡ്സ് ഗ്രേസ് ബർമിംഗ്ഹാം സ്കൂൾ ഓഫ് മെഡിസിനിൽ ഈ സെപ്റ്റംബറിൽ തുടങ്ങും. മൂന്നാമത്തെ മോള് 7th സ്റ്റാൻഡേർഡില് ഇയർ 7ൽ പഠിക്കുക. ബട്ട് എനിവേ 2010 കാര്യം, അന്ന് രണ്ടാമത്തെ മോളിന് 3 വയസ്സേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ദൈവമക്കളെ, ഞാൻ ചുരുക്കുക എല്ലാം, സമയത്തെ ഭയപ്പെടുന്നു. പ്രൈസ് ലോർഡ്. കുഞ്ഞിന് 2010 ഞാൻ തന്നെ എൻ്റെ മോളിന് ബ്ലഡ് ക്യാൻസർ എന്ന് ഡയഗ്നോസ് ചെയ്യേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ 9ാമത്തെ ദിവസം കുഞ്ഞ് മരണക്കിടക്കയില്. ബിക്കോസ് ആ ട്രീറ്റ്മെന്റ്, ആ രൂക്ഷമായ ആ സൈഡ് എഫക്ട്സ് കുഞ്ഞിനെ ഒത്തിരി ബാധിച്ചു. അപ്പം 9ാമത്തെ ദിവസം വൈദ്യശാസ്ത്രം ഇവിടെ ബ്രിസ്റ്റൽ ഹോസ്പിറ്റൽ ഫോർ ചിൽഡ്രൻ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന അവിടുത്തെ ഇന്നു രാവിലെയും പരസ്യയോഗത്തിൽ അതാ പറഞ്ഞത്, വൈദ്യശാസ്ത്രത്തിന് പരിമിതിയുണ്ട്. അവർ വന്ന് മരിക്കുന്ന കൊച്ച് ഇനി വേദനയില്ലാതെ മരിക്കാനായിട്ട് ഡ്രിപ്സ് ഒക്കെ ഇട്ടിട്ട് കൊച്ച് സമാധാനത്തിൽ കിടന്നുറങ്ങുക. പ്രൈസ് ലോർഡ്. ആ വേദനയുടെ മരുന്നിന്റെ ആ ഒരു സെഡേറ്റീവ് എഫക്റ്റിൽ കൊച്ച് കിടന്നുറങ്ങുക. പക്ഷെ എൻ്റെ കയ്യില് ബൈബിൾ മാത്രമേ ഉള്ളൂ. മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം വിടുവിക്കാൻ ശക്തൻ. ബിക്കോസ് മരിച്ച ചരണ് എഴുന്നേപ്പിച്ച ദൈവമായി ഞാൻ വിശ്വസിക്കുന്ന ദൈവം. പക്ഷെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഒന്നുണ്ട്, ഞാൻ ഇനിയും ഈ ദൈവനാമത്തെ അതിശക്തമായി ഉയർത്തും. ലജ്ജയില്ലാതെ മറ്റുള്ളവരോട് സാക്ഷീകരിക്കും. ദൈവം, ഹല്ലേലൂയ, ഈ ജീവനുള്ള ദൈവത്തിന്റെ കാര്യങ്ങൾ മാത്രം വർണ്ണിക്കും. പേഷ്യൻസ് അത് എവിടെ ആയാലും, സ്ട്രീറ്റ് ആയാലും, ഈവൻ ഭീഷണിയായിട്ട് എന്നെ തല്ലിക്കൊന്നാലും, പ്രൈസ് ലോർഡ്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും ഒന്നുണ്ട്, എൻ്റെ രക്തം സംസാരിക്കും ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ഇല്ലാതാക്കിയാലും ആ രക്തം ഉണ്ടല്ലോ, രക്തത്തുള്ളി സംസാരിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അത് ചാലഞ്ച് അല്ല, പക്ഷെ അങ്ങനെ രക്തസാക്ഷിയായ സ്ഥലത്തിൽ ആ സഭ വളർന്ന്. പ്രൈസ് ദി ലോർഡ്. ഉറബല ബൗഷസ്, ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമം ഉയരട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഓങ്കോളജിസ്റ്റ് വന്ന് എൻ്റെ പുറത്ത് തട്ടിയിട്ടാ പോയത്. ഒന്നും മിണ്ടിയില്ല. പക്ഷെ നെക്സ്റ്റ് ഡേ കുഞ്ഞ് എഴുന്നേറ്റ്. പ്രൈസ് ലോർഡ്. ആ മരണക്കിടക്കയിലിരുന്ന് ദൈവം എഴുന്നേപ്പിച്ചു. മരിക്കാൻ സമ്മതിച്ചില്ല ദൈവം. പിന്നെ 7 ആഴ്ച അവിടെ കിടന്നതിന് ശേഷം 7ാമത്തെ ആഴ്ച മൂക്കിൽ ട്യൂബും അത് ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒരു അവസ്ഥയിൽ കടന്നുപോയ കൊച്ചിനെ ഞാൻ മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞ്, ഒരു സൺഡേ എങ്കിലും കുഞ്ഞിന് അവിടെ നമുക്കായിട്ട് ദൈവം ഒരു പെന്തക്കോസ് സഭ തുറന്നു. അവിടെ പ്രാർത്ഥന തുടങ്ങി. ലോകമെമ്പാടും ജനങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് കൊള്ളാം, പക്ഷെ നമ്മൾ മടങ്ങി വരുന്ന സ്ഥലത്തിൽ നമ്മൾ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് പ്രാർത്ഥന മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. നീ മടങ്ങി വരണം. നിന്റെ തെറ്റ്, നീ എവിടെ വീഴുന്നെന്ന്, ആ വീഴുന്നത് എവിടെയെന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി, ഏത് ജാതി നിന്നെ പുറമോട്ട് വലിച്ച് ആത്മീക ആ മുന്നോട്ടത്തിൽ വിടാതെ ലോകത്തിന്റെ അടിമയാക്കുന്ന പിശാചിക തന്ത്രങ്ങളെ തിരിച്ചറിയണമെങ്കിൽ നീ, ഹല്ലേലൂയ, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, നിന്നെ തന്നെ നോക്കി ജീവിക്കണം ദിനം പ്രതി. പ്രൈസ് ലോർഡ്. എല്ലാ നേരവും മറ്റുള്ളവർ എന്നെക്കാട്ടിലും ശ്രേഷ്ഠരെന്ന് കരുതി ആ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് അപ്പച്ചന്റെ പരിശുദ്ധാത്മാവ്, ആ ഹോലി സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ ഹോലി സ്പിരിറ്റിന്റെ നിയോഗത്താൽ നീ ചരിക്കപ്പെടണം. പ്രൈസ് ലോർഡ്. ഹോലി സ്പിരിറ്റ്, പരിശുദ്ധാത്മ പറയും യഥാ സത്യം യഥാ അസത്യം, യഥാ ആ ദുഷ്ടന്റെ അധീനത്തിലിരുന്ന് വരുന്ന വാക്ക്, അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെങ്കിൽ, ഇല്ലെങ്കിൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പിശാച് ഏത് നിമിഷവും നമ്മളെ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ഊടാടി സഞ്ചരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർക്കണമെങ്കിൽ ആത്മാവുടെ ശക്തി വേണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമം മാത്രം ഉണ്ടാവട്ടെ. അങ്ങനെ 7ാമത്തെ ആഴ്ച അവർ പറഞ്ഞ്
ഹോസ്പിറ്റലില് ചർച്ചിൽ വിളിച്ചോണ്ട് പോണ്ടെന്നാ പറഞ്ഞു. ബിക്കോസ് കൊച്ചിന്റെ കൗണ്ട് 0, വട്ടപൂജ്യം, പ്രതിരോധ ശക്തി ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇൻഫെക്ഷൻ കയറി പിടിക്കും, ക്രൗഡ് അവോയ്ഡ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, വിളിച്ചുകൊണ്ട് പോണം. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മൾ അതിന് വേണ്ടി എല്ലാ പ്രിക്കോഷൻസ്, എന്നാ പ്രിക്കോഷന്, എന്നാ മെഡിക്കൽ സയൻസ്, എന്നാ പ്രിക്കോഷന്. അവിടെ ചർച്ചിൽ വിളിച്ചുകൊണ്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ആരാധന തുടങ്ങിക്കൊണ്ടിരിക്കുന്നപ്പം മമ്മിയുടെ കയ്യിലാണ് മോളുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധിച്ചുകൊണ്ടിരിക്കുന്നപ്പം മോള് പറഞ്ഞ് മമ്മിയുടെ അടുത്ത്, മമ്മ യേശുപ്പ എന്നെ തൊട്ടു. പ്രൈസ് ദി ലോർഡ്. യേശുപ്പ എന്നെ തൊട്ടു. അതേ രാംചരനെ തൊട്ട യേശു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആലയത്തിനകത്ത് വന്ന് തൊട്ടു. സൗലിനെ തൊട്ടു. പക്ഷെ അനേകര് അത് കണ്ടില്ല, അവർ സംഭാഷണം കേട്ടുമില്ല. എന്തോ ഒരു ഇടിമുഴക്കം പോലെ എന്തോ കേട്ട് കാണും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒന്നുണ്ട് ദൈവമക്കളെ, യഥാർത്ഥ ദൈവം, സത്യദൈവം. നോക്കണേ, 3 വയസ്സുള്ള കൊച്ച് യേശു, മമ്മ യേശു എന്നെ തൊട്ടു എന്ന് പറഞ്ഞെങ്കിൽ യേശു അപ്പച്ചനും ഈ മോളുടെ അടുത്തും ഒരു സംഭാഷണം അവിടെ നടന്ന്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു കാണും, മോളെ ഞാൻ യേശു അപ്പച്ചനാ. ഇല്ലെങ്കിൽ ആ കൊച്ചിന് എങ്ങനെ അറിയാം യേശു എന്നെ തൊട്ടു എന്ന്? പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ടുള്ള പറയാൻ തീരാത്ത കാര്യങ്ങളാണ് നടന്നത്. പക്ഷെ ഞാൻ ചുരുക്കുക. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കാര്യമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ മഹത്വം. കുഞ്ഞ് എഴുതി തള്ളിയ കുഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കാര്യം പറയണം. പ്രൈസ് ദി ലോർഡ്. ഇത് 28ാമത്തെ ദിവസത്തിന്റെ ബോൺ മാരോ എടുത്ത് 14ാമത്തെ ദിവസത്തിന്റെ ബോൺ മാരോ ബയോപ്സി എടുത്തിട്ട് പറഞ്ഞ് ലോ, ഇന്റർമീഡിയറ്റ്, ഹൈ. അപ്പൊ ഇന്റർമീഡിയറ്റ് റിസ്ക് 80% ജീവിക്കാൻ സാധ്യത ഉണ്ടെന്നാ വൈദ്യശാസ്ത്രം പറഞ്ഞത്. അതിൽ ഒരിച്ചിരി ആശ്വാസം കിട്ടി. അറ്റ്ലീസ്റ്റ് 80% ചാൻസ് എങ്കിലും ഉണ്ടല്ലോ. അപ്പൊ പറഞ്ഞ് 28ാമത്തെ ദിവസത്തിന്റെ ബോൺ മാരോയുടെ ടെസ്റ്റില നമുക്ക് കറക്റ്റായിട്ട് മോളുടെ ട്രീറ്റ്മെന്റ് എങ്ങനെ മുമ്പോട്ട് നടത്താൻ പറ്റും എന്നുള്ള. അപ്പൊ 28ാമത്തെ ദിവസത്തിന്റെ ബോൺ മാരോ എടുത്തു. നമ്മൾ ചർച്ചിലും പോയി. പിന്നെ നമ്മളെ 35ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യുന്നു. പക്ഷെ കൊച്ചിന്റെ ബർത്ത്ഡേ മാർച്ച് 30, 2010 കാര്യമാണ് ഞാൻ പറയുന്നത്. 29 ഫോൺ ചെയ്തു. ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ വരണം, കൊച്ചിന്റെ ക്യാൻസർ, സിവിയർ ക്യാൻസർ, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വരണം, ട്രീറ്റ്മെന്റ് പ്ലാൻ ഒക്കെ മാറ്റണം എന്ന് പറഞ്ഞ് കൊച്ചിന്റെ 3ാമത്തെ ബർത്ത്ഡേ മാർച്ച് 30 നമ്മൾ ബ്രിസ്റ്റലിലായിരുന്നു. ദൈവമക്കളെ, അവിടെ ആ റൂമില് അവരുടെ ടീം ഉണ്ടായിരുന്നു. ടീം ഉണ്ടായിട്ട് ഡോക്ടേഴ്സ് എല്ലാവരും. അപ്പൊ ഞാൻ പോകുന്ന മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് ഞാൻ സുവിശേഷം പറയും ഡോക്ടേഴ്സിന്റെ അടുത്ത്. എന്റെ ആദ്യത്തെ സുവിശേഷം കൊച്ചിന്റെ ഓങ്കോളജിസ്റ്റ് അടുത്തായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഡോക്ടേഴ്സ് ഫുള്ള് വിഷമത്തില. അപ്പൊ പറഞ്ഞു സീരിയസ് ക്യാൻസർ, സിവിയർ ഫോം ഓഫ് ല്യൂക്കീമിയ. So the treatment, we have to give her aggressive treatment, and the chances of survival is only 60% ഈ വൈദ്യം നിർത്തുന്നില്ല. ഇത് ആ ലിറ്ററേച്ചർ, ഈ ലിറ്ററേച്ചർ. ഞാൻ പറഞ്ഞു, നോക്ക്, കഴിഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ സംസാരിക്കും. ഞാൻ പറഞ്ഞു, നീയും വൈദ്യൻ, ഞാനും വൈദ്യൻ. പക്ഷെ നിന്നെക്കാട്ടിലും കൂടുതൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സത്യദൈവത്തെ കുറിച്ച് രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, നോക്ക്, നീ അഗ്രസീവ് പറയുന്നത്. എൻ്റെ മോള് കഴിഞ്ഞ ആഴ്ച ചർച്ചില് വിളിച്ചോണ്ട് പോയപ്പോൾ സാക്ഷാൽ യേശു അപ്പച്ചൻ വന്ന് കുഞ്ഞിനെ തൊട്ടു. കുഞ്ഞ് ഓൾറെഡി സൗഖ്യം പ്രാപിച്ചു. പിന്നെ ഞാൻ ഇംഗ്ലണ്ടിലുള്ള കൊണ്ട് ട്രീറ്റ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞ് അത് തെറ്റായി വരും നിയമത്തിന്റെ പ്രകാരം. ഈ ലാൻഡിന്റെ നിയമം വെച്ച് നോക്കിയെങ്കിൽ കൊച്ചിന് കൺസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. പേരൻസ് കൺസെന്റ് ചെയ്യണം. ട്രീറ്റ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് വലിയ കോർട്ട് വിഷയമായി പോകും. പ്രൈസ് ദി ലോർഡ്. പോലീസ് കേസൊക്കെയാവും. അപ്പൊ ഞാൻ പറഞ്ഞു, ലോ റിസ്ക് ആയിട്ട് നീ ട്രീറ്റ് ചെയ്യും. നീ പറയുന്ന സിവിയർ, പക്ഷെ ഞാൻ പറയുന്ന യേശു സൗഖ്യമാക്കി, പക്ഷെ ഈ ഇംഗ്ലണ്ടിലുള്ള കൊണ്ട് നീ ലോ റിസ്ക് ആയിട്ട് നീ കൺസിഡർ ചെയ്യണം പറഞ്ഞപ്പോ അവര് മനസ്സില്ലാ മനസ്സോട് അവർ ലോ റിസ്ക് ട്രീറ്റ്മെന്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. 26 മാസം ട്രീറ്റ്മെന്റ് ചെയ്യുന്നതേ മക്കളെ. പക്ഷെ 26 മാസത്തില്
എത്ര പേരെടുത്ത് വചനം സുവിശേഷം ഷെയർ ചെയ്യുന്നപ്പോൾ ഈ മദാമ സാഹിബൊക്കെ കരഞ്ഞോണ്ടാ സുവിശേഷം ദൈവത്തെ സ്വീകരിച്ചത്. പ്രൈസ് ലോർഡ്. അവരുടെ അടുത്ത് പറയാത്ത കുറവേ ഉള്ളൂ. നമ്മൾ ഓർക്കും ഞാൻ എന്റെ ചിന്താഗതിയെ ദൈവം മാറ്റി. പ്രൈസ് ലോർഡ്. എത്ര വിടുതല ദൈവം ചെയ്തത്. പ്രൈസ് ലോർഡ്. അവരൊക്കെ ഹല്ലേലൂയ അവരുടെ ആയുസ് അല്പസമയവും നീട്ടി തന്നു. പ്രൈസ് ലോർഡ്. അവർ യേശുവിനെ രുചിച്ചറിയാനും യേശുവിനെ സാക്ഷീകരിക്കുവാനും ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഇവിടെ അസാധാരണ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. അങ്ങനെ തന്നെ യേശു അപ്പച്ചൻ എന്നോട് പറഞ്ഞ് ഹല്ലേലൂയ നീ എന്റെ ഇടയനായി തീരണം. അപ്പൊ അങ്ങനെ പ്ലിമത്ത് സഭയില് പ്ലിമത്ത് ഇമാനുവൽ പെന്റക്കോസ്റ്റൽ മിനിസ്ട്രി പ്ലിമത്തില് ചർച്ച് 2011 ദൈവകൃപയാൽ തുടങ്ങി. അങ്ങനെ ദൈവത്തിന്റെ ശുശ്രൂഷയില് ഇപ്പോഴും ഹോസ്പിറ്റൽ മിനിസ്ട്രി തുറന്നു തന്നു. ഹോസ്പിറ്റൽ സുവിശേഷം പറയാൻ NHSല് ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സുവിശേഷം പറയരുത്, റിലീജിയനെ പ്രൊമോട്ട് ചെയ്യരുത്. അവർ ഓർക്കുന്ന ക്രിസ്ത്യാനിറ്റി ഒരു റിലീജിയനാ. പക്ഷെ ഒന്നുണ്ട് ദൈവമക്കളെ, എത്രയോ പേഷ്യൻസ് നമ്മുടെ ആ ഒരു അപ്രോച്ച്, നമ്മുടെ ആ ഒരു ഹല്ലേലൂയ അവര് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഡെയിലി, ദൈവമേ ഒരാളുടെ അടുത്തെങ്കിലും സുവിശേഷം പറയാൻ എന്റെ യേശുപ്പച്ചൻ എനിക്കൊരു പദ്ധതി, ഒരു മുഖാന്തരം ഒരുക്കണമേ. പരിശുദ്ധാത്മാവ് പറയും ഈ വ്യക്തിയുടെ അടുത്ത് സുവിശേഷം പറ, ആ വ്യക്തിയുടെ അടുത്ത് സുവിശേഷം പറ. നിത്യതയുടെ അവകാശികളെ ദൈവം കാണിച്ചു തരും. പ്രൈസ് ലോർഡ്. മഹാമത്സരിനെ ദൈവം ഒഴിവാക്കി ഹല്ലേലൂയ നിത്യതയുടെ അവകാശികൾ ഹല്ലേലൂയ മുത്ത് ഹല്ലേലൂയ പന്നിയുടെ കൂട്ടത്തിൽ വെച്ച പന്നിയിൽ നിന്ന് ആ മുത്ത് എന്തുവാണെന്ന് അറിയുന്നു. പ്രൈസ് ലോർഡ്. അത് ചവിട്ടി അത് ചെള്ളയിലിട്ട് മെതിച്ച് ആ മുത്തുടെ അതിന്റെ മൂല്യം അറിയാത്ത ഹല്ലേലൂയ അങ്ങനത്തെ ഇതിൽ എറിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പരിശുദ്ധാത്മാവിനറിയാം ആര് തള്ളിക്കളയും, ആര് ഏറ്റെടുക്കും. ആ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഇവിടെയും ഒത്തിരി കാര്യം ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പറയാനുള്ള സമയം കുറവെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെയാ സഭാ ശുശ്രൂഷനായി ഞാൻ ദൈവനാമത്തില് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തില് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തില് ഈ ശുശ്രൂഷ ഏറ്റെടുത്തിട്ടുള്ളത്. പ്രൈസ് ലോർഡ്. തുടർന്ന് പാസ്റ്ററെ ഇവിടുത്തെ ചെയ്ത വേലകൾ കഴിഞ്ഞ ദിവസം നമ്മള് പ്ലിമത്തിൽ ചെയ്ത പരസ്യയോഗം ഞാനൊരു ലൈവ് ഇട്ടിരുന്നു. വളരെ റെസ്പോൺസ് വന്നു. പലർക്കും ഭയങ്കര അതിശയമായിരുന്നു ഇവിടെ എങ്ങനെയാണ് സുവിശേഷം, കാരണം ഇവിടെ റെസ്ട്രിക്റ്റഡ് അല്ലേ എന്ന് ചോദിച്ചു പലരും. രാജ്യത്ത് നിയമം മാറ്റിയിട്ടില്ലേ എന്നൊക്കെ പലരും ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതും പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് അതിനും ഒരു റിപ്ലൈ കൊടുക്കണം. കാരണം പാസ്റ്റർ പറഞ്ഞ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പോയിന്റാണ്. ഇവര് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഏറ്റെടുക്കും. പക്ഷെങ്കിൽ ഇന്ന് പലരും അതിനെ മുതിർന്നിറങ്ങുവാൻ കഴിയുന്നില്ല. കർത്താവിന്റെ ദാസനെ അതിന് ഉപയോഗിക്കുന്നുവല്ലോ. ഇവിടെ നിന്നുള്ള 1-2 എക്സ്പീരിയൻസുകള് താൻ ഡോക്ടർ ആയിരിക്കുമ്പോൾ തന്നെ ഈ സുവിശേഷ വേലയിൽ ഇവിടെ പരസ്യമായിട്ടുള്ള വേലകൾ ചെയ്തതിൽ നിന്നുള്ള 1-2 അനുഭവങ്ങൾ ഒന്ന് പങ്കുവെച്ചാട്ടെ. കൃപയാൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രിയ സിസ്റ്ററും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. പക്ഷെ ദൈവത്തിന്റെ ആ ചലനം ഉണ്ടല്ലോ, നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും, ഓക്കെ, തീഷ്ണത ഉണ്ടെങ്കിലും പക്ഷെ പരിശുദ്ധാത്മാവിന് കീഴ്വണങ്ങി പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ തന്നെ നമ്മൾ പോണം. പ്രൈസ് ലോർഡ്. ഈ പരസ്യയോഗം പ്രൈസ് ലോർഡ് അത് ചെയ്യണമെങ്കിൽ ഞാൻ തൊലി കട്ടിയായിട്ടുണ്ടെന്ന് ഞാൻ പറയത്തില്ല. ദാറ്റ് ഇസ് നോട്ട് ദ വേർഡ്. നമ്മൾ യേശുപ്പച്ചന്റെ ആ ഒരു മോഡൽ എടുക്കാം. യേശുപ്പച്ചൻ എന്തുവാ ചെയ്തത്? 30 വയസ്സില് അല്ലേ പബ്ലിക് മിനിസ്ട്രീനായിട്ട് ഇറങ്ങി തിരിച്ച്. എങ്ങനെയാ തുടക്കം? പരിശുദ്ധാത്മാവിടെ ആ ഒരു ദൈവം യോഹന്നാന്റെ സ്നാപകന്റെ കൈ കീഴില് ബാപ്റ്റിസം എടുത്തതിന് ശേഷം പരിശുദ്ധാത്മാവ് വന്ന് അങ്ങനെ ആ നിയോഗത്താൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം പബ്ലിക് മിനിസ്ട്രി 3.5 വർഷക്കാലം ചെയ്തെടുത്തെങ്കിൽ അത് കണ്ടിട്ട് അപ്പോസ്തലരായ ശിഷ്യന്മാരും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അവരൊക്കെ പത്രോസിന്റെ പ്രസംഗത്തില് പ്രൈസ് ലോർഡ്
മാനസാന്തരം. മാനസാന്തരം ഇല്ലെങ്കിൽ ഹല്ലേലൂയ മെസ്സേജ് ഇല്ല. പ്രൈസ് ലോർഡ്. മാനസാന്തരത്തിനെ കുറിച്ച് തന്നെ ജീസസ് ഇസ് ലവ് അത് പറഞ്ഞ എല്ലാവരും യേശുപ്പച്ചൻ മാത്രമേ സത്യദൈവമുള്ളൂ, യേശുപ്പച്ചനിൽ മാത്രമേ രക്ഷയുള്ളൂ, മറ്റേ ആരിലും രക്ഷയില്ല. രക്ഷിക്കാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയാനുള്ള അപ്പോഴാ ജനങ്ങൾ ഇളകുന്നല്ലേ. പ്രൈസ് ലോർഡ്. ബിക്കോസ് അകമയുള്ള ആ നെഗറ്റീവ് എനർജി ഈവൻ നോക്കണേ, നമ്മൾ സുവിശേഷം പറയാൻ പോണെങ്കിൽ പ്രൈസ് ലോർഡ്, ഇപ്പം ഹോസ്പിറ്റലില് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാന് പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് എത്ര ജ്ഞാനികളുടെ ജ്ഞാനിയാ, പ്രൈസ് ലോർഡ് അല്ലേ. പക്ഷെ എങ്കിലും പൗലോസ് പറയുന്നത് ഇതെല്ലാം ചപ്പും ചവറുന്നും. പ്രൈസ് ലോർഡ്. ആരാ? കപ്പൽ ഉടമസ്ഥന്റെ മോന. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ഇത് വെച്ച് നോക്കിയെങ്കിൽ മില്യണർ, ബില്യണർ. പ്രൈസ് ലോർഡ്. ഇഷ്ടമാതിരി ആസ്തി സമ്പത്തുള്ള പൗലോസ് ഇതെല്ലാം യേശുവിനായിട്ട് എല്ലാം ചപ്പും ചവറുന്ന് എണ്ണി ഹല്ലേലൂയ ദൈവത്തിനായിട്ട് ഇറങ്ങി തിരിച്ച ആ ഭക്തന്റെ തീഷ്ണത. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പത്രോസിന്റെ തീഷ്ണത. ഹല്ലേലൂയ. അങ്ങനെ എല്ലാം ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ശിഷ്യന്മാരുടെ അവരുടെ എല്ലാം ഹല്ലേലൂയ സ്തോത്രം പബ്ലിക് മിനിസ്ട്രി. പ്രൈസ് ലോർഡ്. പബ്ലിക് മിനിസ്ട്രി. ഞാൻ എപ്പോഴും ചർച്ചിലും പറയും, നമ്മുടെ യഥാർത്ഥ ചർച്ച് സ്ട്രീറ്റില. നമ്മുടെ യഥാർത്ഥ ശുശ്രൂഷ എവിടെയാ? നമ്മുടെ യഥാർത്ഥ ഹല്ലേലൂയ ചർച്ച് എന്ന് പറയുന്നത് 4 ചുവറിൽ ഒതുങ്ങുന്നതല്ല. യെരുശലേമിൽ അങ്ങനെ ഒതുങ്ങി കിടന്ന സഭേനെ ദൈവം ഹല്ലേലൂയ ഒരു പീഡനം അയച്ച് പ്രൈസ് ലോർഡ് അവിടുന്ന് എല്ലാത്തിനെയും മാറ്റി പല ദേശങ്ങളിൽ പല സ്ഥലങ്ങളിൽ ചിതറിപ്പോയി. പ്രൈസ് ലോർഡ്. അവിടെ പോയവരൊക്കെ അവർ ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു, അനേകരോട് വചനം പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാ നമുക്ക് ഹല്ലേലൂയ ആ ഒരു തീഷ്ണതയോടെ പരിശുദ്ധാത്മാവ് പറയും ഹല്ലേലൂയ. ഞാൻ മിഷൻ ഹോസ്പിറ്റലിൽ ഉണ്ടായപ്പം ഒരു ബാങ്ക് മാനേജർ, വലിയ ഒരു മാനേജർ, ജനറൽ മാനേജർ റിസൈൻ ചെയ്തു. ദൈവത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ച മാനേജർ പറഞ്ഞത് 2 വാക്യം, 2 കാര്യം. ഇഫ് നോട്ട് യു ദെൻ ഹൂ? നീ ഇല്ലെങ്കിൽ മറ്റേയാരാ? ഇഫ് നോട്ട് നൗ ദെൻ വെൻ? ഇപ്പോഴില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു 2 വാക്ക് എന്നെ ഒത്തിരി തൊട്ടു. പ്രൈസ് ലോർഡ്. അങ്ങനെ ദൈവനാമത്തിന് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിടെ കൃപയാൽ ഹല്ലേലൂയ സുവിശേഷം പറയാൻ അവിടെ നമ്മുടെ സ്റ്റേറ്റസ്, നമ്മുടെ എല്ലാ കാര്യം, ഞാൻ ഒരു കാര്യം പറയാം. പ്രൈസ് ലോർഡ്. അവിടെ ഒന്നുണ്ട്, ഒരു വാം റിസപ്ഷൻ ഇല്ല, പട്ടുമെത്തയല്ല ദൈവമക്കളെ. അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ ജനങ്ങൾ ഈ യേശു എന്ന് പറഞ്ഞ അവരുടെ ഉള്ളിലുള്ള അന്ധകാരം ഉണ്ടല്ലോ, പാപത്തിന്റെ പടുകുഴിയില് പിശാച് അടിമത്വത്തിലിട്ട് അവരെ ദിനം പ്രതി ആ പാപത്തിന്റെ ആ ഒരു അന്തരീക്ഷത്തിൽ നയിക്കുന്ന ആ ഒരു പൈശാചിക ശക്തി, അത് യേശു എന്ന് പറഞ്ഞ ഉടനെ ഭൂതമിളകും. അവർ ഇളകും, വന്ന് നമ്മളോട് ഭീഷണിപ്പെടുത്തും. പ്രൈസ് ലോർഡ്. അവർ വന്ന് നമ്മള് അസഭ്യമായിട്ട് സംസാരിക്കും. പക്ഷെ ഒന്നുണ്ട് ദൈവമക്കളെ, ഈ മെഡിക്കൽ ഡിഗ്രീനെ കാട്ടിലും ഇല്ലെങ്കിൽ നമ്മള് പഠിച്ചിട്ടുള്ള ഏത് ഡിഗ്രി, ഞാൻ എല്ലാ ഡിഗ്രീസിനെയും ഞാൻ ബഹുമാനിക്കുന്നു. പിന്നെ ഞാൻ ഈ ഒരു പ്രൊഫഷൻ ഉള്ള കൊണ്ട് ഞാൻ പറഞ്ഞത്, ഓക്കെ, എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഡിഗ്രി അതൊന്നും നമുക്കൊന്നും നമ്മുടെ ഹോസ്പിറ്റലില് ഓക്കെ, സൊസൈറ്റിയില് വലിയ പേരും പത്രാങ്കണിയും ഒക്കെ കാണും. പക്ഷെ അതൊന്നും അതെല്ലാം യൂസ്ലെസ്. ഐ ടെൽ യു. ഈ പേരൊക്കെ ഇപ്പൊ ഞാൻ മരിച്ച എന്റെ ഡിഗ്രി എവിടെ പോകും? വല്ല കുപ്പത്തോട്ടിയിൽ പോകും. പ്രൈസ് ലോർഡ്. പക്ഷെ ഒന്നുണ്ട്, നമ്മുടെ ഡിഗ്രി എന്തുവാ? ജനങ്ങള് തൂന്ന് തുപ്പണം. ഹല്ലേലൂയ. അവർ അസഭ്യമായിട്ട് സംസാരിക്കുന്നതും അവര് നമ്മള് ഹല്ലേലൂയ ബോഡി ലാംഗ്വേജസിൽ നമ്മളെ ലജ്ജിപ്പിക്കുന്നതും. പ്രൈസ് ലോർഡ്. എന്നാ ചെയ്താലും ഹല്ലേലൂയ ആ നിന്ന, അതാ നമ്മുടെ ഡിഗ്രി, അതാ നമ്മുടെ കിരീടം. പ്രൈസ് ലോർഡ്. അത് ഹല്ലേലൂയ. പക്ഷെ അവരോട് ദൈവമക്കളെ ഹല്ലേലൂയ നമുക്ക് പറയാൻ കഴിയും, സഹോദര സഹോദരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ അനുഗ്രഹത്തിന് ഹല്ലേലൂയ, വി ആർ ഹിയർ ടു ബ്ലെസ് അതേഴ്സ്.
വി ആർ നോട്ട് ഹിയർ ടു കേഴ്സ് എനിബഡി. പ്രൈസ് ലോർഡ്. നമ്മൾ ഹല്ലേലൂയ മറ്റുള്ളവരെ അനുഗ്രഹിക്കണമാ ദൈവം പഠിപ്പിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കാനും ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ നമ്മളെ ഈ ആത്മീക ഈ യാത്രയിൽ തളർത്താൻ നോക്കുന്ന അന്ധകാര പിശാച്, ഇവർ അങ്ങനെ പറഞ്ഞു, അവർ അങ്ങനെ ചെയ്തു, എന്നെ അവൻ തുപ്പി, എന്നെ അവൻ ABCD പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഇംഗ്ലീഷില് പൂർവ്വം പാട്ടൊക്കെ പാടുന്ന എത്രയോ പാട്ട് കേട്ടിട്ടുള്ളത്. പക്ഷെ ആ പാട്ടാ നമ്മള് ഹല്ലേലൂയ ഉത്തേജനം തരുന്ന. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ഇനി അധികമായി ഹല്ലേലൂയ ഓവർനൈറ്റ് പ്രാർത്ഥിക്കാനും, ദൈവമേ ഈ നശിച്ചു പോകുന്നവര് ഹല്ലേലൂയ ദൈവം അവരോട് ഒന്ന് ഇടപെടണമേ, ദൈവം ഒന്ന് സന്ദർശിക്കണമേ, ഈ ദേശം ഹല്ലേലൂയ വിടുവിക്കപ്പെട്ടിട്ട്, ഹല്ലേലൂയ എന്റെ സ്ട്രീറ്റ് വിടുവിക്കപ്പെട്ടിട്ട്, ഹല്ലേലൂയ സുവിശേഷം പറഞ്ഞ ഹല്ലേലൂയ സുവിശേഷത്തിനായിട്ട് ഹല്ലേലൂയ മുൻപന്തിയിൽ നിന്ന് അനേക ലോകമെമ്പാടും അയച്ച അനേക സുവിശേഷന്മാർ ഹല്ലേലൂയ ഉണ്ടായ ഈ രാജ്യം ഹല്ലേലൂയ ആത്മീയമായിട്ട് അധപതിച്ചുകൊണ്ടുള്ളത് ഓർത്ത് ഹല്ലേലൂയ നമ്മൾ ഒരു കണ്ണീർ വാർത്താൽ ആ കണ്ണീരിന് ബലമുണ്ട് ദൈവമക്കളെ. നമ്മുടെ യഥാർത്ഥ ചർച്ച് എന്ന് പറയുന്നത്, കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രീറ്റ് മിനിസ്ട്രിയാ. പ്രൈസ് ലോർഡ്. ദൈവനാമം ഉണ്ടാവട്ടെ. പ്രൈസ് ലോർഡ് ഫാസ്റ്ററെ, സ്തോത്രം. ഇപ്പോഴ് ഈ നമ്മുടെ UK അനുഭവങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഒരു സംശയമുണ്ട്. ഇന്ന് പല ചർച്ചസുകള് അത് വിൽക്കപ്പെട്ടിട്ട് ആരാധനകൾ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥകള്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ജനത്തെ ഒന്ന് പുറത്തു കൊണ്ടുവരാം? ഇവിടുത്തെ ആ ഒരു സിറ്റുവേഷൻസ് കൂടി ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ബേസിക്കലി നമ്മള് ദൈവം, എനിക്ക് സത്യം പറഞ്ഞ ഒരു കഴിവോ യോഗ്യത ഇല്ലാത്ത എന്നെ പിടിച്ച് ഇംഗ്ലണ്ടില് ദൈവം വർത്തിക്കാൻ മുഖാന്തരങ്ങളെ ഒരുക്കി. പ്രൈസ് ലോർഡ്. എന്നെക്കാട്ടിലും മിടുമിടുക്ക ഡോക്ടേഴ്സും എല്ലാം ഇന്ത്യയിലുള്ളപ്പോൾ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്തിനാ നമ്മൾ അയച്ച ഉദ്ദേശം എന്തുവാ? ചർച്ചിൽ എപ്പോഴും പറയുന്നത്, നിങ്ങൾ അയച്ചത് യേശുപ്പച്ചന്റെ പടക് പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ ചെറിയ ചെറിയ പടകും വന്ന് അങ്ങനെ ഒത്തിരി പേര് ഇവിടെ കടന്നു വരുവാൻ ഈ രാജ്യത്തിലൊക്കെ വരണമെങ്കിൽ അതൊരു സ്വപ്നമായിരുന്നു. പക്ഷെ അത് ദൈവം ഇടവർത്തി. പക്ഷെ എങ്കിലും നമ്മൾ വന്ന ലക്ഷ്യം എന്തുവാന്ന് ഓർക്കണം. ഈ സുഖ സൗലഭ്യങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ മുഴുങ്ങി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അതില് ഇൻവോൾവ് ആയി മിശ്രയത്തിന്റെ ഒരു അനുഭവത്തിലിരുന്ന് ഹല്ലേലൂയ നമ്മൾ പുറത്തു വരണം. പ്രൈസ് ലോർഡ്. ആ കംഫർട്ട് സോണിലിരുന്ന് പുറത്തു വരാൻ ദൈവം ഒരു ചെറിയ അടി കൊടുത്ത്. പ്രൈസ് ലോർഡ്. ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം ശിക്ഷിക്കും. ഈ രാജ്യത്തിന് ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട്. പ്രത്യേകമായി നമ്മുടെ ഒത്തിരിയേറെ ഹല്ലേലൂയ മലയാളീസ് ഇവിടെ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലുള്ളവരിനും ഈ ഔട്ട്റീച്ച് പ്രോഗ്രാം ഉണ്ട്. ഒത്തിരി നല്ല ശക്തരായ ഭക്തരായ ദൈവമക്കൾ ഹല്ലേലൂയ ഒത്തിരി ഔട്ട്റീച്ചും സ്ട്രീറ്റ് മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇപ്പം ഒത്തിരി ഇംഗ്ലീഷ്കാരും ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള വയസ്സായ അപ്പച്ചന്മാര്, പ്രൈസ് ലോർഡ്, നമ്മളൊക്കെ ആ വയസ്സായ നമ്മൾ പറയും, അയ്യോ എനിക്ക് നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നമ്മൾ നടുനോവ്, പുറം നോവ്, പല്ല് നോവ്, തലനോവ്. പ്രൈസ് ലോർഡ്. ഛർദിലും വയറ്റിളക്കം, ഇതൊക്കെയാ കാരണം നമ്മൾ ചർച്ചിൽ വരാത്തതല്ലേ? ഞാൻ പറയുന്നത് ദൈവനാമത്തില് നിനക്ക് ഛർദിലോ ചുമയോ പനിയോ എന്നാ ഉണ്ടായാലും നീ വരണം. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനാന്നല്ലോ, എന്തോ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ ഒന്നുണ്ട്, എന്തോ ആയാലും എനിക്ക് ചർച്ചിൽ പോകണം. പ്രൈസ് ലോർഡ്. നീ വിളിച്ചോണ്ട് പോകണം. അത് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നെങ്കിൽ, പ്രൈസ് ലോർഡ്, അത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവത്തിനറിയാം. പക്ഷെ ഒന്നുണ്ട്, നമ്മൾ ഒരു ചെറിയ കാര്യം മതി, ഒന്ന് വീട്ടിൽ ചുമ്മാ കൊത്തിയിരിക്കും, വെളിയിലും വരത്തില്ല. പക്ഷെ നോക്കണേ, അവിടെ നിൽക്കാൻ വയ്യാത്ത സായിപ്പ് ഏലിയാവ് പറഞ്ഞു, ഞാന് ബാലിന് മുട്ടുമടക്കാത്ത. അപ്പൊ ദൈവം പറഞ്ഞു, മോനെ നീ മാത്രമല്ല 7000 പേരെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ശേഷിപ്പുണ്ട്. മുട്ടുമടക്കാത്ത 7000 ജനം ഉണ്ട്. നമ്മളോർക്കും നമ്മളെ മലയാളീസ് വലിയ പ്രാർത്ഥനക്കാര്, ഒന്നുമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. സുവിശേഷം പറഞ്ഞ ഹോസ്പിറ്റലില് ഒരു മിഷണറി ലേഡി, എനിക്കൊരു നമ്പർ തന്ന്, ഒരു ജോനത്തൻ എന്ന് പറഞ്ഞ സായിപ്പ്, 75 വയസ്സ്, കോൺവോളില് കല്ലറയിൽ കിടന്നുറങ്ങുന്ന വ്യക്തി. പ്രൈസ് ലോർഡ്. ആ പുള്ളിക്കാരനെ പോയി കണ്ട്. പ്രൈസ് ലോർഡ്. ആ പുള്ളിക്കാരനെ കണ്ടപ്പോൾ നിർജീവമായിട്ടുള്ള സ്ഥലത്തിൽ വിളിച്ചുകൊണ്ട് പോയി. പ്രൈസ് ലോർഡ്.
പോയിട്ട് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവர்களுം ഉണ്ട്. പ്രൈസ് ലോർഡ്. പോയോ? ഞാൻ പറഞ്ഞു ജോണത്തൻ ഇവിടെ നിൽക്കുക, നമുക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ നിർബന്ധത്താൽ പ്രാർത്ഥിച്ച് ആ ഭൂതത്തെ ശാസിച്ചപ്പോൾ ആ ഭൂതം അലറിയോടി. ഇപ്പൊ ആ വ്യക്തി ചർച്ച് മാത്രം മതി, യേശുവിനായിട്ട് ജീവിക്കാനായിട്ട്. 78 വയസ്സ്. പ്രൈസ് ലോർഡ്. രാത്രി 1:30 മണിന് വിളിച്ചിട്ട് ഞാൻ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ജോണത്തൻ ഉറങ്ങിയില്ലയോ? അപ്പൊ ജോണത്തൻ പറഞ്ഞു, രാത്രി ഞാൻ ഈ സമയം നിർജ്ജന സ്ഥലത്തില് ഹല്ലേലൂയ ഒരു തോട്ടത്തിലിരുന്ന് കോൺവാളിനായിട്ട് ഞാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്ന ജോണത്തൻ. പ്രൈസ് ലോർഡ്. കല്ലറയിൽ കിടന്ന ജോണത്തൻ ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ചപ്പോൾ, ദേശത്തിനായിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തില് നല്ല കുളിരുള്ളപ്പോൾ തന്നെ ഹല്ലേലൂയ തോട്ടത്തിൽ പോയി വലിയ ഒരു ഏക്കർ കണക്കിനുള്ള ആ ഭൂമിയിൽ ചെന്നിട്ട് ചുറ്റും നിന്ന് നടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജോണത്തൻ. നമ്മൾ ഓർക്കും നമ്മൾ എന്തോ വലിയ കാര്യമാണ് ചെയ്യുന്നത്. ഒന്നും ചെയ്യുന്നിട്ടില്ല. പ്രൈസ് ലോർഡ്. ഇംഗ്ലണ്ടിനായിട്ട് ഇംഗ്ലണ്ടിലും പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാർ ഉള്ള കൊണ്ടാണ് ഇന്ന് ഇംഗ്ലണ്ട് നിലനിൽക്കുന്നത്. പിന്നെ നമ്മളെ ദൈവം അയച്ചിട്ടുള്ളത് ദൈവത്തിന്റെ ദൗത്യം ശക്തമായി ചെയ്യണം. ലജ്ജിച്ചല്ല, ഭയപ്പെട്ടില്ല. ഒരു ദിവസം ജീവിച്ചാലും യേശുവിനായിട്ട് ജീവിക്കണം. പ്രൈസ് ലോർഡ്. നമുക്ക് നിത്യത ഉണ്ട്, അത് നഷ്ടപ്പെടുത്തരുത് ദൈവമക്കളെ. പരിശുദ്ധാത്മാവുടെ അഭിഷേകത്താൽ മാത്രമേ സകല നുഖത്തെ തകർക്കാൻ കഴിയത്തുള്ളൂ. സമയം തന്ന സിസ്റ്ററിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പാസ്റ്ററെ, ഹല്ലേലൂയ. തന്റെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് സുവിശേഷീകരണത്തിന് ഒരു മുൻതൂക്കം നൽകി തന്റെ ജീവിതം കർത്താവിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ അത് ഏത് നിലകളിലൂടെയൊക്കെ ചെയ്യാം എന്ന് ചുരുങ്ങിയ വാചകങ്ങൾ കൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിൽ ഞങ്ങളോടൊത്ത് സമയം ചിലവഴിച്ചതിന് കർത്തനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ധാരാളം സംശയങ്ങളുണ്ട്. സാധാരണ ഞാൻ എല്ലാവർക്കും കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റിമണി പറയുവാൻ അവസരം കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇവിടുത്തെ അവസ്ഥകളെ പറ്റി പലരും എന്നോട് തന്നെ ഡൗട്ട് ചോദിക്കുക. എനിക്ക് ഇത്രയുള്ള അറിവുകളെ ഉള്ളൂ എങ്കിലും എന്നെ പേഴ്സണലി എനിക്കൊരു 100 കമൻസുകൾ എന്നോട് ഡൗട്ട്സുകൾ ചോദിച്ചു. അവിടെ റെസ്ട്രിക്ഷൻ അല്ലേ, പിന്നെ എങ്ങനെയാണ് അവിടെ പരസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? ആമേൻ. ഇത് പാസ്റ്ററുടെ വായിൽ നിന്നും പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടി. ഇതൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആമേൻ ദേഹം ദേഹി ആത്മാവ് ഒരുപോലെ സമർപ്പിച്ചു കൊടുക്കുന്നതാണ്. ആമേൻ. സുവിശേഷീകരണത്തിന് വേണ്ടി ലോകം എവിടെയും പോയി സാക്ഷിക്കുവാൻ അതേ ആളിനെ നോക്കാതെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് മാറ്റി വെച്ചിട്ട് കർത്താവിന് വേണ്ടി ആമേൻ മനസ്സോടെ ഇറങ്ങുക. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന കർത്തുദാസിദാസന്മാർ ഈ ലൈവിൽ ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇവിടെ സുവിശേഷം പറയുവാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒത്തിരി ദൈവദാസന്മാർ എന്നെ വിളിച്ചു, അയ്യോ ഞങ്ങൾക്കിത് കണ്ടിട്ട് കൊതി വരുന്നു എന്ന് പറഞ്ഞ്. സ്തോത്രം. ഇവിടൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ. നമുക്ക് എത്രയോ നാട്ടിൽ എതിർപ്പുകളുണ്ട്. ആമേൻ. അതുപോലെ എതിർപ്പുകളുണ്ട് ഇവിടെയും. ആമേൻ. ഡ്രഗ്സിന് അടിമപ്പെട്ട് ആമേൻ നമ്മളൊരു വാഹനത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആമേൻ, ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ആമേൻ യൗവനക്കാരും ആമേൻ ഇന്ന് ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ ഉള്ള എല്ലാ കുട്ടികളും ആമേൻ ഡ്രഗ്സിന് അഡിക്ട്സ് ആണ്. ആമേൻ. അവര് ബാറുകളിൽ ഒരുമിച്ച് കൂടി അവർ പാട്ടിട്ട് ആമേൻ അവർ നൃത്തം ചെയ്യുക. അവിടെ പോയി സുവിശേഷം പറഞ്ഞ ചീത്ത കേൾക്കും. എന്നാൽ അവിടെയൊക്കെയും ആമേൻ ധൈര്യത്തോടെ ജീവനെങ്കിൽ ജീവൻ വെച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ആമേൻ കർത്താവിന്റെ ദാസൻ ആമേൻ വിജു രവീന്ദ്രൻ, ആമേൻ ഡോക്ടർ വിജു രവീന്ദ്രൻ, ഹല്ലേലൂയ, ഒരു അഭിഷിക്തനായി കർത്താവ് തിരഞ്ഞെടുത്തു. കുടുംബമായി തീഷ്ണതയോടെ തീയായി നിന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കുന്നു. ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ അവരോട് ചേർന്ന് ആമേൻ ചില ദിവസങ്ങൾ ആമേൻ താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനാൽ ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇംഗ്ലണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം മഹാമോശമാകുന്ന അനുഭവത്തിലേക്ക് ജനം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്തദാസൻ ചില കാര്യങ്ങൾ നമുക്ക് ആമേൻ പറഞ്ഞു തരുവാൻ തക്കവണ്ണം ഇടയായി. ഇനിയൊരു അവസരത്തിൽ ദൈവം അനുവദിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റുകളായി എഴുതി അറിയിക്കുക. അവയൊക്കെയും കർത്തദാസനുമായിട്ട് ആമേൻ നമ്മൾ പങ്കിടുകയും ഷെയർ ചെയ്യുകയും അതിനെപ്പറ്റി കർത്തദാസൻ മറുപടി നൽകുകയും ചെയ്യുന്നതായിരിക്കും. ആമേൻ. ഈ നല്ല സമയം ഞങ്ങളെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്ന പ്രത്യേകാൽ ആമേൻ തന്റെ സമയം വേർതിരിച്ച് വളരെ തിരക്കിട്ട വേലയിൽ ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യണം.
അപ്പോൾ തന്നെ ആമേൻ പരസ്യയോഗങ്ങള്, ആമേൻ രണ്ട് ചർച്ചിന്റെ ഉത്തരവാദിത്തങ്ങള് എല്ലാം തന്റെ ശാരീരിക നിലയും അത്ര ആമേൻ സുഖമല്ലാത്ത അവസ്ഥയാണ്. എങ്കിലും ആമേൻ മനസ്സോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്ന കർത്തദാസിന് വേണ്ടി പിന്നെയും ആമേൻ ഞങ്ങൾ വചനദീപ്തിയുടെ നാമത്തിൽ, ഞങ്ങളുടെ പ്രേക്ഷകരുടെ നാമത്തിൽ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.